നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാർജ് ഇൻഡസ്ട്രിയൻ 4 വരെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളിന്ന് അതിന് ശേഷമുള്ള പോയിന്റ്സ് ആണ് നോക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അപ്പം തന്നെ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. അതേമാതിരി പോയിന്റിൽ ഞാൻ എന്തെങ്കിലും ക്ലാസ് എടുക്കുന്ന രീതിയിൽ വല്ല മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും പറയാം. കാരണം വെച്ചാൽ ഞാൻ ഓൺലൈനിൽ അത്ര എക്സ്പേർട്ടല്ല, പിന്നെ നിങ്ങളെ എനിക്ക് മുൻകൂട്ടി പരിചയമില്ലാത്തതിൻ്റെ ചെറിയ ചില ഡ്രോബാക്സ് കാണും. നമുക്ക് അടുത്തത് LI5 എന്നുള്ള പോയിൻ്റാണ്. നമുക്കത് അറിയാം LI5 എവിടെയാണെന്നുള്ളത് അല്ലേ. നമ്മൾ കയ്യിനെ മറ്റേ തംസപ്പ് എന്ന് പറഞ്ഞ രീതിയിൽ തള്ളവിരൽ പൊന്തിച്ച് കൈകളൊക്കെ മടക്കിയിരിക്കുമ്പോൾ തള്ളവിരലിൻ്റെ നേരെ താഴെ റിസ്റ്റിൽ ഒരു കുഴി കാണാം. ആ കുഴിയുടെ മധ്യഭാഗത്താണ്. ഓക്കെ, ഇത് ജിങ് റിവർ പോയിന്റ് ആണ് ലാർജ് ഇൻഡസ്ട്രിയൻ്റെ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെഡ് ഏക്കിന് നല്ലതാണ്. അതേമാതിരി കൺജഷൻ, അതായത് എവിടെയെങ്കിലും ശരീരത്തിനകത്ത് ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ്. സ്വെല്ലിംഗ് ആൻഡ് പെയിൻ ഓഫ് ദ ഐന് നല്ലതാണ്. പല്ലുവേദനയ്ക്ക് വളരെ നല്ല പോയിന്റാണ്. വീക്ക്നെസ് ഓഫ് ദ റിസ്റ്റിന് നല്ല പോയിന്റാണ്. പലപ്പോഴും ലാർജ് ഇൻഡസ്ട്രിയനിലെ പോയിന്റുകൾ വന്നിട്ട് ഈവൻ പല്ലുകളുടെ കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് കൂടാതിരിക്കാൻ പോലും നല്ലതാണെന്നാണ് പറയാറ്. പക്ഷെ അത് ബേസിക്കലി എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ ഫോക്കസ് ചെയ്യാത്തത് കേട്ടോ. പക്ഷെ TCMൽ പറയുന്നത് സാറേ, അപ്പൊ ഈ പല്ലിന്റെ പ്രശ്നങ്ങളൊക്കെ ലാർജ് ഇൻഡസ്ട്രിയുടെ പ്രശ്നം കൊണ്ടായിരിക്കുമോ? ലാർജ് ഇൻഡസ്ട്രിയനും ഒരു കാരണമാണ്. ഓക്കെ, ലാർജ് ഇൻഡസ്ട്രിയനിൽ വന്നിട്ട് പല്ലുകൾക്ക് കേടുണ്ടെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വരെ പറ്റും എന്നാണ് TCMൽ പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഈ LI5 എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് വിൻഡിനെ ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കാം. കാറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ ഈ പോയിന്റ് വളരെ നല്ലതാണ്. അതേമാതിരി സ്റ്റൊമക്കും ലാർജ് ഇൻഡസ്ട്രിയലും ബന്ധപ്പെട്ടിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ ക്ലിയർ ചെയ്യാൻ വളരെ നല്ല പോയിന്റാണ് ഈ LI5. അതുമാതിരി LI5ഉം സ്റ്റൊമക്കും ലാർജ് ഇൻഡസ്ട്രിയനും അതേമാതിരി തന്നെ ത്രോട്ടിന് വളരെ നല്ല പോയിന്റാണ്. പൊതുവെ ലാർജ് ഇൻഡസ്ട്രിയിലെ എല്ലാ പോയിന്റും ത്രോട്ടുമായിട്ട് കണക്ട് ചെയ്യും. കാരണം ത്രോട്ടിൽ കൂടിയാണ് ഈ മെറീഡിയൻ പോകുന്നത്. പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഫിനിഷ് ചെയ്യുന്ന ഭാഗത്താണ് ഇതുള്ളത്. അപ്പോൾ എല്ലാ മെറീഡിയനിലും നമ്മളുടെ കൈവിരലുകളുടെ ഭാഗത്തുള്ള പോയിന്റുകൾ, പ്രത്യേകിച്ച് റിസ്റ്റിൻ്റെ മുകളിലുള്ള പോയിന്റ്സ് ഒക്കെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഇഷ്യൂസിനെ ക്ലിയർ ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനകത്ത് ഏറ്റവും നല്ലതാണ് ജിങ്വെല്ലും അതിനുശേഷമുള്ള പോയിന്റ്സും. ഇപ്പൊ സാറ് പറഞ്ഞല്ലേ നമ്മുടെ രോഗത്തിന് ഇപ്പൊ ലെഫ്റ്റ് സൈഡ് പല്ലിനാണ് കേടെങ്കിൽ ഇപ്പൊ ഇതിൽ റൈറ്റ് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം, നീഡിൽ ചെയ്യാം. ഓക്കെ, ഇതിന് കുറെ ഫങ്ഷനാലിറ്റി പറയാറുണ്ട്. എന്താ വെച്ചാല് ഈ ടാൻ ബാലൻസിൽ, അതായത് എപ്പോഴും നമ്മുടെ അക്യുപഞ്ചറിൽ പറയുന്ന ഒരു പ്രോബ്ലം ഇഷ്യൂ ഇത് പറയുന്ന വെച്ചാല് ഒരു ഇഷ്യൂസ് ആയിട്ട് വരുമ്പോൾ ആ ക്ലയന്റിന്റെ മുഴുവനും കേസ് ഹിസ്റ്ററി എടുക്കാതെ നമ്മളുടെ ലോക്കൽ ഏരിയയിലേക്ക് പോകണ്ട, ഡിസ്റ്റലിൽ ട്രീറ്റ് ചെയ്താൽ മതി എന്നാ പറയാം ഒരു കണ്ടീഷൻ. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ പറയാറുള്ളത് എന്താ വെച്ചാല് ഒരാൾ ആൾറെഡി വന്നിട്ട് വീക്കായിട്ടുള്ളത് കൊണ്ട് അയാൾക്ക് ലോഡ് കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ അവരെന്ത് പറയും, ഓപ്പോസിറ്റ് സൈഡിനെ ട്രീറ്റ് ചെയ്യാൻ പറയും. കാരണം ആൾറെഡി ആ ഒരു മെറീഡിയനിൽ ആൾറെഡി ഒരു വേദന ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിന് ഓവർലോഡ് കൊടുക്കണ്ട, പകരം മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ ചെയ്യാൻ. ഓക്കെ, അതേമാതിരി ടാൻ ബാലൻസിൽ വരികയാണെങ്കിൽ അവർ പ്രിഫർ ചെയ്യുന്നത് ഒരു ലെഫ്റ്റ് ഹാൻഡിലാണെങ്കിൽ റൈറ്റ് ഹാൻഡിലെ ലെഗിനെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. അല്ല, ഇവിടെ നമ്മള് യാങ്ങിന്റെ ഫിലോസഫി പ്രകാരം സ്ത്രീയെ ഇടതായിട്ടും പുരുഷനെ വലുതായിട്ടും നമ്മൾ കാണുന്നു അല്ലെ സാർ? അതൊക്കെ പിന്നീട് ഡെവലപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ രീതിയിലാണെങ്കിൽ നമുക്ക് നീഡിൽ ചെയ്യുമ്പോൾ പുരുഷൻക്ക് ഭാഗത്തും സ്ത്രീക്ക് വലതു ഭാഗത്തും ചെയ്യല്ലേ ഉത്തമ പാഠം വരിക? അത് സുജോക്കല്ലേ? നമ്മുടെ സുജോക്കാണോ അല്ലെങ്കിൽ അക്യുപഞ്ചർ ആണോ എന്നുള്ള എല്ലാ ചോദ്യം ഇവിടെ. ഇനി അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് സാറ് ചോദിക്കുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. എന്താ വെച്ചാല് ഞാൻ അങ്ങനെ ഞാൻ അക്യുപഞ്ചർ സ്റ്റാർട്ട് ചെയ്ത കാലം മുതൽ ഞാൻ ഇടതും വലതും സ്ത്രീ പുരുഷനെ കണക്കാക്കിയിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളത്. വെരി ഗുഡ്, നല്ലതാണ് സാർ. എന്താ വെച്ചാല്
അങ്ങനെയല്ല, ഇത് എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് ഒരു പുസ്തകത്തിലോ 2 പുസ്തകത്തിലോ സ്പെസിഫൈ ചെയ്യുന്നില്ല. നമുക്കിവിടെ ഓക്കെ തിയറിറ്റിക്കൽ പാർട്ട് തരുന്നതിനെ നമ്മൾ പ്രാക്ടിക്കലി എങ്ങനെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ അപ്പോൾ അതുകൊണ്ട് സാറ് ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് പറയാനേ പറ്റില്ല, കാരണം സാർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതിൽ. അല്ല, അതുകൊണ്ടല്ല ഞാൻ ചോദിച്ചത് സാറ്. അത് ഇപ്പൊ നമ്മൾ പഠിച്ചത് മാത്രമായിരിക്കില്ല ശരി, ആ അതിലപ്പുറം അല്ല, മറ്റൊന്നുണ്ട്. ഉണ്ട് അതുകൊണ്ടാണ് ഉണ്ട് ഞാൻ ചോദിച്ചത്. ഉണ്ട് ഉറപ്പായിട്ടും. അതായത് കുറേ ഫങ്ഷനാലിറ്റി നമുക്ക് ഇതിനകത്ത് നമ്മൾ തിയറിറ്റിക്കൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പൊ തിയറിറ്റിക്കലി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പറയുന്നത്. അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഇന്നും യാങ്ങിനും ചെയ്യാം. അതേമാതിരി തന്നെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് പോകുമ്പോൾ ഇൻ പോയിന്റിനെയും യാങ് പോയിന്റിനെയും കൂടെ നിങ്ങൾക്ക് അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യാം. അങ്ങനെ എനിക്കറിഞ്ഞ് ട്രീറ്റ് ചെയ്യുന്നവരും റിസൾട്ട് കിട്ടുന്നവരൊക്കെ ഉണ്ട്. ഓക്കെ സാർ, താങ്ക് മനസ്സിലാവുണ്ടോ യു. സാർ? അപ്പൊ ഇന്നും യാങ്ങും ഒരേ ആൾക്ക് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇന്നിന് ഒരു വശവും യാങ്ങിന് വേറൊരു വശവും എടുക്കുന്ന ആളുകളുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അതിനകത്തും റിസൾട്ട് കിട്ടുന്നുണ്ട്. ആക്ച്വലി അപ്പോ ഒരു സിംഗിൾ തന്നെ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. ഒരു രോഗത്തിനെ കറക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അയാളുടെ അതെ, രോഗലക്ഷണങ്ങളും കാര്യങ്ങളും കേട്ട് പൾസ് കറക്റ്റ് ആക്കിയിട്ട് ഒരു പോയിന്റ് കൊടുത്താൽ തന്നെ റിസൾട്ട് കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട് അതില്ലാതല്ല ഉറപ്പായിട്ടും. ഇല്ല, അതിന്റെ കൂടെ ഇമ്മ്യൂൺ പോയിന്റുകളും ഡിജിറ്റൽ പോയിന്റുകളും ഇൻഫ്ലുവൻഷ്യൽ പോയിന്റും കൊടുക്കുമ്പോൾ അയാളുടെ ആ റിസൾട്ട് കുറച്ചും കൂടി വണ്ടറായി മാറുന്നു എന്ന് മാത്രം. അതെ. ഇതിപ്പോ ഞാന് സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് സിംഗിളാണ് പഠിച്ച് തുടങ്ങിയത്. ആക്ച്വലി കമ്പം അക്കാഡമിയിൽ ഓക്കെ എനിക്ക് കണ്ടിന്യൂസ് ആയി പോകാൻ പറ്റാത്തതും എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന ആത്മാർത്ഥമായ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണവും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെയാണ് മൾട്ടി പഠിച്ചത്. ഓക്കെ, ശരി. ഓക്കെ അപ്പം മൾട്ടി പഠിച്ചപ്പം സിംഗിളിന് അടിച്ചപ്പം രണ്ടും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വ്യത്യാസങ്ങളൊന്നുമില്ല, ഇതേ മെറീഡിയൻ തന്നെയാണ്. എന്താണ് ഒരു അതെ അതെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിംഗിളിൽ പൾസിനെ മാത്രം ഫോക്കസ് ചെയ്ത് അവർ ആദ്യം പറയുന്ന സിംറ്റംസിനെ ബേസ് ചെയ്തിട്ടാണ് എവിടെ ട്രീറ്റ്മെന്റിന് കമ്പത്തിൽ ആദ്യം പറഞ്ഞു തന്നിരുന്നത് ഞാൻ പോകുമ്പോൾ. ഓക്കെ, പക്ഷേ മറ്റേ മൾട്ടി നീഡ്ലിങ്ങിൽ എന്താണ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വെച്ചിരിക്കുക. ഇപ്പം നമ്മളൊരു മറ്റേ ഒരു സീറോ എന്നുള്ള ഒരു എന്താ പറയുക ഷർട്ട് വെക്കുന്ന ബ്രാൻഡിൻ്റെ കടയിൽ പോയി കഴിഞ്ഞാൽ സീറോയുടെ മാത്രമായിട്ട് വാങ്ങാൻ പറ്റുള്ളൂ അല്ലേ? അതെ 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 അല്ലെങ്കിൽ ഒരു പീറ്റർ ഇംഗ്ലണ്ടിൻ്റെ ഷോറൂമിൽ മാത്രം പോവുകയാണെങ്കിൽ അവരുടെ സാധനം മാത്രമാണ് ഉണ്ടാവുക. ജോക്കിയുടെ പോയാൽ ജോക്കിയുടെ സാധനം മാത്രമേ ഉണ്ടാവൂ. മൾട്ടിയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. കുറേ ബ്രാൻഡും ഉണ്ടാവും, കുറേ സാധനം ഉണ്ടാവും, നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം. അല്ല, അത് ശരിയാണ് അപ്പൊ സാർ. അതിന് സാധാരണ തലവേദനക്ക് പാരാസെറ്റമോൾ കൊടുക്കുന്ന ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുമ്പോൾ ആ അക്യൂപഞ്ചറിൽ LI4 ആണ് ആദ്യ കാലഘട്ടത്തിൽ പഠിക്കുക നമ്മളെങ്കിലും പഠിച്ചു അതെ, വന്നു കഴിഞ്ഞാൽ അത് മാത്രമല്ല ഒരുപാട് കാരണങ്ങൾ കൊണ്ട് തലവേദന പ്രോട്ടോകോൾസ് ഉണ്ട്. പ്രോട്ടോകോൾ ഉണ്ട്. സാറിന്റെ കട്ടായിട്ടോ, സാറ് പറയുന്നത് കേൾക്കുന്നില്ല. സിംഗിൾ നീഡിൽ അല്ല LI4 ഇല്ല, പക്ഷെ LI4 ഹെഡേക്കിന് വളരെ നല്ലതാ. മാം, അതല്ല സിംഗിൾ നീഡിൽ LI4 ഇല്ല എന്ന് പറയരുതേ. LI5 അല്ല, നമുക്ക് പഠിച്ച 5 എലിമെന്റില് ഓക്കെ പിന്നെ ഓക്കെ. 4 കൊടുക്കുന്നില്ല, അങ്ങനെ പറയാ. അല്ല, അത് ആക്ച്വലി അതല്ല വന്നിട്ട് എന്താ അറിയോ, നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുമ്പോൾ അതൊക്കെ നല്ലത് തന്നെയാണ്. കുറച്ച് പോയിന്റ്സ് പഠിച്ചാൽ മതി, കുറച്ച് ഫോക്കസ് ചെയ്താൽ മതി, കുറേയേറെ റിസൾട്ട് കിട്ടും. നിങ്ങൾ ഫർദറായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ പഠിക്കുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. അതെ, പക്ഷെ LI4 ഹെഡേക്ക് വളരെ നല്ലതാണ്. LI4 ഹെഡേക്കിന് നല്ലതാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയത്തില്ല. തന്നെ സാർ, എന്തുകൊണ്ട്? അനുഭവം കൊണ്ട് പറയാ, പലരുടെയും ഹെഡേക്ക് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട്. പലരുടെയും, എല്ലാവരുടെയും അല്ല, പലരുടെയും. ഓക്കെ, അപ്പോൾ LI4 എന്ന് പറയുന്നത് TCMൽ തന്നെ ഒരു അനാൽജസിക് പോയിന്റാണ്, വേദന സംഹാരിയായിട്ട് വർക്ക് ചെയ്യുന്ന പോയിന്റാണ്. പക്ഷെ അതിൻ്റെ ഫങ്ഷനാലിറ്റി ഒരുപാടുണ്ട്. ഇപ്പോൾ ഡെലിവറി സമയത്ത് UB67 പോലെ തന്നെ LI4 നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ UB67 വന്നിട്ട് ആ കുട്ടിയുടെ എന്താ പറയുക പൊസിഷൻ പോലും കറക്റ്റ് ആകാൻ പറ്റുന്ന ഒരു പോയിന്റും കൂടിയാണ്. അതുകൊണ്ടാണ് UB67 കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. സാർ, ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് ടെസ്റ്റ്, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, റിസൾട്ട് ഓക്കെ ആയിന്. ഏത്? UB67. നിറയെ പേർക്ക് അത് അനുഭവം ഉള്ളതാ. ഓക്കെ, ഒരുപാട് പേർക്ക് അനുഭവം ഉള്ളതാണ്. മറ്റേ ഡെലിവറി ടൈം ആകുന്ന സമയത്ത് പെയിൻ വരുന്നില്ലെങ്കിലോ ആ കുട്ടി തിരിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിലൊക്കെ UB67
സക്സസ്ഫുള്ളായിട്ട് പ്രാക്ടീസ് ചെയ്ത ഒരുപാട് ഇതായിട്ടുള്ള ഒരുപാട് കേസസ് ഉണ്ട്. സിസേറിയൻ ഇല്ലാണ്ട് അപ്പോൾ ഒഴിവാക്കാൻ പറ്റി. അപ്പോൾ ഇവിടെ വന്നിട്ട് സാറ് ചോദിച്ചത് എന്താ വെച്ചാൽ ഇന്നുകാർക്ക് ഇൻസൈഡും യാങ്ങുകാർക്ക് യാങ് സൈഡും, അതായത് സ്ത്രീ പുരുഷൻ ആറ്റിറ്റ്യൂഡിൽ അങ്ങനെ എടുക്കാൻ പറ്റുമെന്നോ ചോദിച്ചു. ഉറപ്പായിട്ടും എടുക്കാൻ പറ്റും. അപ്പോൾ ഈ മൾട്ടി നീഡിൽ വരുമ്പോൾ പ്രോട്ടോക്കോളിലേക്ക് വരുന്ന സമയത്ത് പ്രോട്ടോക്കോൾ ഇഷ്ടം പോലെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അബ്ദുൽ ഖാദർ സാർ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കുറെ അറിയുണ്ട്. നിങ്ങൾ ഇത് പറയുന്നത് നല്ലതാണ്, കാരണം ബാക്കിയുള്ളവർക്കും കൂടെ ഇത് കേൾക്കാൻ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സാറുടെ ഈ ആറ്റിറ്റ്യൂഡിന് ഒരുപാട് നന്ദിയുണ്ട്. കുറച്ച് കാര്യങ്ങൾ റിമൈൻഡ് ചെയ്യാനും ബാക്കിയുള്ളവർക്ക് കേൾക്കാനും. അപ്പൊ സാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് നമുക്കിതിന് സിലബസ് വന്നിട്ട് ടൈം ലിമിറ്റ് ഇല്ലാത്തത് കൊണ്ടേ ഇടയിൽ ഇങ്ങനെ കുറച്ച് സമയങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നത് ബാക്കിയുള്ളവർക്ക് കേൾക്കുന്നവർക്കും ഇതിനൊരു ഉത്തേജനം ഉണ്ടാവും. ഓക്കെ ഓക്കെ സാർ. അപ്പോൾ സാറ് പറഞ്ഞ പ്രോട്ടോക്കോൾ ഉറപ്പായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ TCMൽ പഠിക്കുന്ന സമയത്ത് എല്ലാത്തിനെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇല്ല ഞാൻ പറഞ്ഞത് മാത്രം ശരിയെന്ന് ഈ TCMൽ പറയാൻ പറ്റില്ല. കാരണം അത്രയേറെ ഓപ്പർച്യൂണിറ്റീസും അത്രയേറെ വൈവിധ്യം നിറഞ്ഞിട്ടുള്ളതാണ്. പ്രകൃതിയെ പോലെ തന്നെയാണ് TCM. ഓക്കെ. സോ നമ്മൾ നീഡിൽ വന്നിട്ട് ഇൻസേർട്ട് ചെയ്യാൻ 0.5 to 0.8 സൂം പറയുന്നുണ്ട്. അതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയാം. ആക്ച്വലി നിങ്ങൾ വിരലുകൾ 4 വിരലുകൾ മടക്കി വെച്ചിട്ട് നമ്മൾ തംസപ്പ് എന്ന് പറയുന്നത് പോലെ തള്ളവിരലിനെ പൊന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടുവിലൊരു കുഴി കാണാൻ പറ്റും. ആ ടെൻഡൻ്റെ ഇടയിൽ അതൊരു ജോയിൻറ്റും കൂടിയാണ്. അവിടെ പ്രധാനമായിട്ട് 2 ടെൻഡനും പോകുന്നുണ്ട്. ആ ടെൻഡൻ്റെ നടുവിലുള്ള കുഴിയാണ് ഈ LI5 എന്ന് പറയുന്നത്. ഈവൺ നെക്ക് പെയിനിനും ഇത് നല്ലതാണ് കേട്ടോ. നമ്മൾ നെക്ക് പെയിൻ പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഇല്ല, നെക്ക് പെയിനും കൂടെ ഈ പോയിന്റ് വളരെ നല്ലതാണ്. അതേമാതിരി തന്നെ റിസ്റ്റിലുണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ആഷി പോയിന്റ് ആയിട്ട് നിന്നിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതേമാതിരി തന്നെ മൈക്രോ സിസ്റ്റം പ്രകാരം അത് നെക്കിൻ്റെ ഏരിയയും കൂടിയാണ്, കാലിലെ ആംഗിളിൻ്റെ ഏരിയയും കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ നിങ്ങൾ എന്താ പറയുക നെക്കിനെയോ അല്ലെങ്കിൽ ആംഗിളിനെയാണോ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രസ് ചെയ്ത് നോക്കിയിട്ട് പെയിൻ പോയിന്റ് കണ്ടുപിടിച്ച് നീഡിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴോ മോക്സ കൊടുക്കുമ്പോഴോ നല്ല റിസൾട്ട് കിട്ടും. വെറുതെ ഇതൊരു അപ്രോക്സിമേറ്റ് ലൊക്കേഷൻ കണ്ട് നിങ്ങൾ നീഡിൽ ചെയ്യുന്നതിനേക്കാളും എപ്പോഴും റിസൾട്ട് കൂടുതൽ കിട്ടുന്നത് നിങ്ങൾ ആ പ്രഷർ പോയിന്റ് കണ്ടുപിടിച്ചിട്ട് അവിടെ വേദന ക്ലയൻറ്റിന് ഫീൽ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് റിസൾട്ട് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അത് ആംഗിൾ പെയിൻ ആണെങ്കിലും ശരി, നെക്ക് പെയിൻ ആണെങ്കിലും ശരി, ഈ പോയിന്റ് വളരെ നല്ലതാണ്. അടുത്ത് നമ്മൾ LI6 എന്നുള്ള പോയിന്റാണ്. ഇത് ആക്ച്വലി വന്നിട്ട് എക്സ്ട്രാ പോയിന്റ് ആണ്, പക്ഷേ ലൂ കണക്റ്റിംഗ് പോയിന്റ് ആണ്. ലൂ കണക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഈ ലാർജ് ഇൻഡസ്ട്രിയിൽ നിന്നും പെയേർഡ് ഓർഗനിലേക്ക് കണക്ട് ചെയ്യുന്ന പോയിന്റാണ്. അപ്പോൾ ലാർജ് ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ലങ്ങിലേക്ക് കണക്ട് ചെയ്യുന്ന ലാർജ് ഇൻഡസ്ട്രീൻ്റെ ലൂ കണക്റ്റിംഗ് പോയിന്റ് ആണ് ഈ LI6 എന്ന് പറയുന്നത്. ഓക്കെ, LI6ൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ LI6 ഇട്ട് വന്നിട്ടില്ല. ഓക്കെ, with the elbow flexed, the point is on the dorsal radial side of the forearm on the line connecting LI5 to LI3, 3 tune above the wrist crease. അതായത് നമുക്ക് വീഡിയോ ഓൺ ചെയ്യേണ്ടി വരുമെന്ന് വിചാരിക്കുന്ന ഒരു മിനിറ്റ്. എൻ്റെ കൈ കാണുന്നുണ്ടാവും. നമ്മളിപ്പോൾ തംസപ്പ് എന്നുള്ള നമ്മളിങ്ങനെ കൈ പിടിക്കുന്ന സമയത്ത് വരുന്ന ഈ തള്ളവിരലിൻ്റെ അവിടെയുള്ള കുഴിയാണ് LI5 എന്ന് പറയുന്നത്. ഇവിടെ നിന്നിട്ട് LI11 നിങ്ങൾക്കറിയാം, കൈമുട്ട് മടങ്ങുന്ന സമയത്ത് കൈ ഒന്ന് 90 ഡിഗ്രി മടക്കി വെക്കുമ്പോൾ ഈ റിസ്റ്റ് ക്രീസ് എവിടെയാണോ ഫിനിഷ് ചെയ്യുന്നത് ആ സ്ഥലമാണ് നമ്മൾ LI11 ആയിട്ട് എടുക്കുക. ഈ LI11നും LI5ലേക്കും ഒരു വരഞ്ഞു കഴിയുമ്പോൾ അവിടെ നിന്ന് അപ്രോക്സിമേറ്റ്ലി 3 ചൂൺ എടുക്കുന്ന ദൂരത്താണ് LI6 ഉള്ളത്. ആ ബോണിൻ്റെ സൈഡിൽ കൂടി തന്നെയാണ്. ഓക്കെ, ഞാനത് ചിത്രം ഇടാൻ വിട്ടുമെന്ന് തോന്നുന്നു. ഓക്കെ, 3 ചൂൺ ഉള്ളത് റിസ്റ്റ് ക്രീസിൽ നിന്ന് 3 ചൂൺ മുകളിലാണ്. ലൂ കണക്റ്റിംഗ് പോയിന്റ് ആണ്. ലാർജ് ഇൻഡസ്ട്രീനെയും ലങ്ങിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. കോൺസ്റ്റിപ്പേഷന് വളരെ നല്ല പോയിന്റ് ആണ്. ലോവർ ബാക്കിന് നല്ല പോയിന്റ് ആണ്. അതേമാതിരി തന്നെ നംനെസ് ഇൻ ആം, അതായത് നമ്മുടെ കൈകളിൽ ഉണ്ടാവുന്ന നംനെസ്സിന് നല്ലതാണ്. ഗ്യാസ്ട്രിക്സ് ഇഷ്യൂസിനെ മാറ്റാൻ നല്ലതാണ്. ഇൻഡൈജഷന് നല്ലതാണ്. ഡെന്റൽ കാവിറ്റീസ്, പല്ലിലൊക്കെ വന്നിട്ട് കാവിറ്റീസ് വരുന്നുണ്ട് അല്ലേ, നിങ്ങൾ റെഗുലറായിട്ട് ഇത് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് കുറയുമെന്നാണ് പറയുന്നത്.
അതേമാതിരി തന്നെ ഇതിന്റെ ഡെഫ്നെസ്സിന് ലൊക്കേഷൻ എത്ര ചുണ്ണാണ്? എത്ര ചുണ്ണാണ് LI5 നിന്നും? LI5 നിന്നും 3 ചൂൺ 3 ചുണ്ണ. ഇവിടെ എഴുതിയിട്ടില്ല. ഓക്കെ ഓക്കെ ഉണ്ട്, ക്രീസിൽ ഉണ്ടല്ലോ ലൊക്കേഷൻ. അവിടെ ഓക്കെ ഓക്കെ എഴുതിയിട്ടുണ്ടല്ലോ, ഓക്കെ. സെക്കൻഡ് ലൈനിൽ നോക്കൂ. കണ്ട്. ഓക്കെ LI5 കണ്ട്. ആൻഡ് LI11. അത് മറ്റേ ഫോണ്ട് മാറിയതുകൊണ്ട് ഒന്ന് താഴോട്ട് വന്നു, അത്രേ ഉള്ളൂ. ഓക്കെ. അതേമാതിരി തന്നെ ഫേഷ്യൽ പാരാലിസിസ് ഉണ്ടെങ്കിൽ അതിന് നല്ലതാണ്, എഡിമയ്ക്ക് നല്ലതാണ് ഈ പോയിന്റ്. അതേമാതിരി തന്നെ കയ്യിൻ്റെ പുറം ഭാഗത്തുണ്ടാകുന്ന വേദനകൾക്ക് നല്ലതാണ്. ചീയുടെ ഫ്ലോനെ റെഗുലേറ്റ് ചെയ്യാൻ ഈ പോയിന്റ് നല്ലതാണ്. ഇതിൻ്റെയും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ്പെൽസ് വിൻഡാണ്. ഇപ്പം നിങ്ങൾ ലങ്ങിലും ലാർജ് ഇൻഡസ്ട്രിയിലും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൽസ് വിൻഡും എക്സ്പെൽസ് ഹീറ്റും എല്ലാവിടെയും കാണും. കാരണം ഇത് കനോപ്പിയാണ്. ഒട്ടുമിക്ക അസുഖങ്ങളും വന്നിട്ട് ക്ലൈമറ്റിക്കലി എഫക്റ്റ് ചെയ്യുന്നത് ഒട്ടുമിക്കതും വന്നിട്ട് കൺട്രോൾ ചെയ്യേണ്ടത് ലങ് ആൻഡ് ലാർജ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അധികവും വന്നിട്ട് വിൻഡും ഹീറ്റും അതേമാതിരി തന്നെ കോൾഡുമായിരിക്കും പ്രധാനപ്പെട്ട റീസൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൈമുട്ടിന് താഴെയുള്ള എല്ലാ പോയിന്റ്സും തന്നെ നമ്മൾ പറയുന്നു അത് ഹീറ്റിനെ ക്ലിയർ ചെയ്യാൻ വളരെയേറെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള പോയിന്റുകളാണ്. കൈമുട്ടുകൾക്കും കാൽമുട്ടുകൾക്കും താഴെയുള്ളതിൻ്റെയൊക്കെ പ്രൈമറി ഫങ്ഷനിൽ വരുന്നതാണ്. എല്ലാ പോയിന്റും ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ചൂടിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന പോയിന്റുമാണ്. ചീ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പോയിന്റാണ്. അതുകൊണ്ട് തന്നെയാണ് പണ്ടൊക്കെ വന്നിട്ട് വയസ്സായ മുത്തശ്ശിമാരൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ അവർ ഒട്ടുമിക്ക ആൾക്കാരുടെയും ഹാബിറ്റ് ആയിരിക്കും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കാലിനെ ഒന്ന് തടവിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ കയ്യിനെ തടവിക്കൊണ്ടിരിക്കും. അവരറിഞ്ഞോ അറിയാതെയോ അവരുടെ ചീനെ ഇമ്പ്രൂവ് ചെയ്യുകയും അവിടെ ഉണ്ടാകുന്ന സ്റ്റാഗ്നേഷനെ ക്ലിയർ ചെയ്യാൻ അവർക്ക് ഹെൽപ്പാവുന്നത് അതുകൊണ്ടാണ്. ഓക്കെ. ഇന്ന് കാലത്ത് എല്ലാവരും വന്നിട്ട് അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ്സും മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്നത്തെ ആൾക്കാർ അത്ര വന്നിട്ട് അവരുടെ ചിലപ്പോൾ പല മുത്തശ്ശിമാരും വയസ്സായ ആൾക്കാർക്ക് അന്ന് കാലത്തൊക്കെ മരിക്കുന്നതിന് 1-2 ദിവസം മുമ്പ് വരെയും അവരുടേതായ മറ്റേ ആക്ടിവിറ്റീസിൽ അവർ കറക്റ്റായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഒട്ടുമിക്ക ആളുകൾക്കും തന്നെ മറ്റേ പലപ്പോഴും അമ്മയെക്കാളും ആരോഗ്യം കുറവാണ് മക്കൾക്ക്. അമ്മയ്ക്ക് 70-80 വയസ്സായിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വന്നിട്ട് 40 വയസ്സാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഈ 40 വയസ്സായ ആളുകൾക്കാണ് 70 വയസ്സായ ആൾക്കാരെക്കാളും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഓക്കെ. അത് നമ്മുടെ ഫുഡ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ LI6ൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് വിൻഡിനെ ക്ലിയർ ചെയ്യാനും അതിൻ്റെ ഒപ്പം തന്നെ ഹീറ്റിനെ ക്ലിയർ ചെയ്യാനും നല്ലതാണ്. അതേമാതിരി വാട്ടർ പാസേജസിനെ ഓപ്പൺ ചെയ്യാൻ LI6. അതുകൊണ്ടാണ് ഈ മറ്റേ എന്താ പറയുക എഡിമയ്ക്ക് നല്ലതാണെന്ന് ഈ പോയിന്റ് പറയാൻ കാരണം എന്തുകൊണ്ടാണ്. അതേമാതിരി റെഗുലേറ്റ്സ് ദ ഫ്ലോ ഓഫ് ചീ എന്ന് പറയുന്നത് വാട്ടർ പാസേജിനെ ഓപ്പൺ ചെയ്യാൻ വളരെ നല്ല പോയിന്റാണിത്. ഓക്കെ. ലൂ കണക്റ്റിംഗ് പോയിന്റ് നിങ്ങൾക്ക് അറിയാം, അതായത് മെറീഡിയനിൽ ഉണ്ടാകുന്ന ഇഷ്യൂസിനെ ക്ലിയർ ചെയ്യാൻ വളരെ നല്ല പോയിന്റാണ്. ഓക്കെ. ഇതിനകത്ത് LI6 ഞാൻ മിസ്സായി പോയതാണ്. ഓക്കെ. അപ്പോൾ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ LI7 വന്നിട്ട് 5 ചൂണാണ്. അതിന് പകരം അതേ ലൈനിൽ മറ്റേ 3 ചൂൺ എടുത്തു കഴിഞ്ഞാൽ LI6 കിട്ടും. ഓക്കെ അല്ലേ? ലൊക്കേഷൻ മനസ്സിലായല്ലോ? ഏകദേശം എൻ്റെ മൗസ് വെക്കുന്ന ഭാഗത്തേക്ക് വരാം 3 ചൂൺ എന്ന് പറയുമ്പോൾ. മനസ്സിലായി സർ. ഓക്കെ. അടുത്തത് LI7 എന്നുള്ള പോയിന്റാണ്. ഇത് സി ക്ലെഫ്റ്റ് പോയിന്റാണ്, പക്ഷേ എക്സ്ട്രാ പോയിന്റിൽ വരുന്ന എക്സ്ട്രാ പോയിന്റ്സ് എന്നുള്ള കാറ്റഗറിയിലാണ്, ട്രാൻസ്പോർട്ടിംഗ് പോയിന്റിലല്ല. പക്ഷേ ഈ പോയിന്റിനും ഇതിനു മുമ്പ് LI6 ലൂ കണക്റ്റിംഗ് പോയിന്റ് ആണെന്ന് പറഞ്ഞു. ഇത് സി ക്ലെഫ്റ്റ് പോയിന്റ് ആണ്. ഓക്കെ. സി ക്ലെഫ്റ്റ് പോയിന്റ് എന്തിനാ ഉപയോഗിക്കുക? ലൂ കണക്റ്റിംഗ് എന്നിട്ട് കണക്റ്റഡ് വിത്ത് പെയേർഡ് മെറീഡിയൻ. സി ക്ലെഫ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് മെറീഡിയനിലെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഓപ്പൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വളരെ നല്ല പോയിന്റ് ആണ് സി ക്ലെഫ്റ്റ്. ഓക്കെ. മറ്റേ ലൊക്കേഷൻ നിങ്ങൾക്കറിയാം. സി ക്ലെഫ്റ്റ് പോയിന്റ് എമർജൻസി ക്ലിനിക്കൽ പോയിന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. പഠിപ്പിക്കാം, ചെയ്യാൻ പറ്റും. കാരണം മെറീഡിയനിൽ ഉണ്ടാവുന്ന ഇഷ്യൂസിനെ സോർട്ട് ഔട്ട് ചെയ്യാൻ വളരെ നല്ല പോയിന്റാണ്. അപ്പോൾ ആ മെറീഡിയനിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിലോ ആ മെറീഡിയനിൽ സ്റ്റാഗ്നേഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ മെറീഡിയൻ ഫ്ലോ പ്രോപ്പർ അല്ലെങ്കിലോ എല്ലാത്തിനും ഈ പോയിന്റ് നല്ലതാണ്. അപ്പോൾ അവരുടെ പെയിൻ റിലേറ്റഡ് ആയിട്ട് എന്താ സാർ, ഇപ്പൊ നമ്മളൊരു ക്ലിനിക്ക് ഇട്ട് ഇരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു സാധാരണ ഹോസ്പിറ്റലിൽ നമുക്ക് ാണ്ട് വരുമ്പോൾ നമ്മളവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ ട്രിപ്പ് ഇട്ട് കൊടുക്കുന്നു, അവർക്ക് കുറച്ച് നേരം ആശ്വാസം നൽകിയതിനു ശേഷം ട്രീറ്റ്മെന്റ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ നാട്ടില്. അതെ. റിപ്പോർട്ട് അതേപോലെ അക്യൂപഞ്ചർ ക്ലിനിക്ക് ഇട്ട് ഇരിക്കുന്ന വ്യക്തികളിൽ അതാത് രോഗവുമായി ഓർഗനുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗികൾക്ക് എമർജൻസി പോയിന്റ് ആയിട്ട് അതാത് ഈ ചാനലിലെ ലൂ കണക്റ്റിംഗ് പോയിന്റ് അല്ലെ സി ക്ലെഫ്റ്റ് പോയിന്റ് കൊടുത്തിട്ട് അക്യൂട്ട്
അത് കേസിലൂടെ പറയുന്നത് അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇത് ആക്ച്വലി വന്നിട്ട് ഈ പോയിന്റ്സ് ഒക്കെ അധികവും വന്നിട്ട് അക്യൂട്ട് കേസിലാണ് വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, അതായത് ക്രോണിക് ആകുന്ന സമയത്ത് അത് ഏതിനെയൊക്കെ എഫക്റ്റ് ആയി എന്നുള്ളതിൽ അറിഞ്ഞിട്ട് ഇപ്പം അക്യൂട്ട് കേസ് ആണെങ്കിൽ ഇഷ്യൂസ് എവിടെയാണ്, ഏത് മെറീഡിയൻ ആണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂലേ? അതെ അതെ അതെ. അതേ സമയത്ത് ക്രോണിക്കിലാകുന്ന സമയത്ത് ഇൻ കൺവേർട്ട് ടു യാങ് ആൻഡ് യാങ് കൺവേർട്ട് ടു ഇൻ ആണ്. അപ്പോൾ ഒരു അക്യൂട്ട് മറ്റേ ക്രോണിക് കേസിലാകുന്ന സമയത്ത് പ്രോബ്ലം വരുന്നത് കുറേ ദിവസം ഇത് മാറി മാറി വേറെ എവിടെയെങ്കിലും ആയിരിക്കും റിഫ്ലക്ഷൻ വരിക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു നല്ല തിരക്ക്, വളരെ മറ്റേ ഒരു പുതിയ സിനിമ ഇറങ്ങി, തുടരും സിനിമ തന്നെ വെച്ചോളൂ, നല്ല തിരക്കുണ്ട്, കുറച്ച് പേര് ബാക്കിൽ നിന്ന് പോയിട്ട് തള്ളുന്ന സമയത്ത് ഈ തള്ളിയ ആൾക്കാരാണ് ഇഷ്യൂ ഇല്ലേ? പക്ഷെ ഈ ലൈനിൽ നിന്ന് പുറത്ത് വരുന്നത് എവിടെയെങ്കിലും നടുവിൽ നിൽക്കുന്ന ഒരാളായിരിക്കും, കുറച്ച് വീക്കായിട്ട്. ഹലോ, കട്ടായി പോയോ? അല്ല, സാറിന് എന്താ കോൾ വന്നതുണ്ട്. കേൾക്കുന്നില്ല. വെയിറ്റ് ചെയ്യാം നമുക്ക്. സാറ് ചിലപ്പോ കോളിലായിരിക്കാം. എന്തായാലും നെറ്റ് പോയിട്ടില്ല, നമ്മൾ പരസ്പരം കേൾക്കുന്നു. അതെ, സാറ് പോയാ? സാറ് പെട്ടെന്ന് കോൾ വന്നോ, വിസിറ്റേഴ്സ് വന്നോ, എന്തെങ്കിലും ആയിരിക്കും. അതെ 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 അതെ. അല്ല, സാറിനെ കാണാനില്ല അതില്. നിങ്ങൾക്ക് വീഡിയോ കിട്ടുന്നുണ്ടോ സാറിന്റെ? ഇല്ല, വീഡിയോ ഓപ്പൺ അല്ല, സാറിന്റെ വീഡിയോ ഓപ്പൺ അല്ല. സാറ് മറ്റേ സ്ക്രീനിൽ കാണിക്കുന്ന സമയത്ത് ഒന്ന് നമ്മളെ അതേപോലെ തന്നെ ചെറിയൊരു സ്ക്വയർ സാർ കാണിക്കുന്ന കൈയൊന്നും കാണുന്നില്ല. എനിക്ക് കിട്ടുന്നില്ല. അത് ഞാൻ ഇല്ല, കാണുന്നില്ല. നമ്മളെ ഈ സ്ക്രീനിൽ എഴുതിയിരിക്കുന്ന മാത്രമേ കാണുന്നില്ലൂ. സാറിന്റെ ചെറുതില് സാർ ഇങ്ങനെ കൈയെല്ലാം കാണിക്കുന്ന ഒന്നും കാണുന്നില്ല. ഞാൻ സ്ക്രീനിൽ നോക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കിട്ടുന്നില്ലേ. അതന്നെ. ഇനി അടുത്ത പ്രാവശ്യം കാണിക്കുന്ന അതുകൊണ്ടാണ് ഞാൻ LI6 എവിടെയാ ചോദിക്കാൻ കാരണം. സാർ കാണിക്കുന്നുണ്ട്, ഞാൻ കാണുന്നില്ല. ഇരുട്ടത്ത് പിന്നെ സാറിന്റെ ഭാഗത്ത് ഇരുട് പിടിച്ചിരിക്കാനേ ഒന്നും കാണുന്നില്ല, കൈയെല്ലാം കാണിക്കുന്നത്. അതായത് സാറിന്റെ ഇതില് ക്ലിപ്പ് ചെയ്ത് വെക്കണം തോന്നുന്നു, അപ്പോഴാണ് അത് ഓപ്പൺ ആണെന്ന് തോന്നുന്നുണ്ട്. ഫുൾ സ്ക്രീൻ ഇട്ട് നോക്കുമ്പോൾ അതും പറ്റുന്നില്ല, അങ്ങനെ വരുന്നില്ല. നമുക്ക് ലൊക്കേഷനും കാര്യങ്ങളും മനസ്സിലാക്കാൻ ഇതിലൊരു ഇതുണ്ട്, ഒരു ആപ്പ് ഉണ്ട്, നല്ലൊരു ആപ്പ്. ഏതാ ഇത്? ലൊക്കേഷൻ ശരിക്കും കാണിക്കോ? ഒരു അപ്രോക്സിമേറ്റ് അത്. അതല്ലെങ്കിൽ മാസ്റ്റർ ടോങ്ക് എടുക്കുക. മാസ്റ്റർ ടോങ്ക് ആക്കി ഇതിനെടുക്കുക. എടുത്തതിന് ശേഷം അതിന്റെ ഉള്ളിൽ TCM പോയിന്റ്, ആ TCM പോയിന്റ് കുറച്ചും കൂടി എന്താണ് ഇതിനായിട്ട് കുറച്ചുകൂടി കറക്റ്റ് ആണ്. മറ്റുള്ള നമ്മളെ നെറ്റിൽ നിന്ന് കിട്ടുന്നതിനായിട്ട് മാസ്റ്റർ ടോങ്ക് ആപ്പ് ഉണ്ടോ? മാസ്റ്റർ ടോങ്ക് ആപ്പ് അല്ല, നമുക്ക് ഓൺലൈൻ വിസിറ്റ് എടുക്കാൻ പറ്റുമായിരുന്നു തന്നെ. അപ്പൊ ടോങ്കിന്റെ മാസ്റ്റർ ടോങ്കിന്റെ ഓൺലൈൻ ആപ്പാണോ പറയുന്നത്, അല്ലെങ്കിൽ മാസ്റ്റർ ടോങ്ക് പോയിന്റ്സിനെ ജസ്റ്റ് സെർച്ച് ചെയ്തതോ? ഹലോ, യെസ് സർ. ഓക്കെ സർ, സോറി, എന്റെ ഇന്റർനെറ്റ് കട്ടായി പോയിട്ടുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, നിങ്ങളുടെ ഡിസ്കഷൻ ഞാൻ ശല്യം ചെയ്തിട്ടില്ലല്ലോ? ഇല്ല, കണ്ടിന്യൂ ചെയ്യും. അപ്പം അല്ല, നിങ്ങൾ ടുങ്ങിനെ കുറിച്ച് സീരിയസ് ആയി സംസാരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഹലോ പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കായിരുന്നു. ഇല്ല, ഞങ്ങളിങ്ങനെ പോയിന്റ് സാറിന്റെ പിന്നെ ഇത് കാണുന്നില്ല. ക്യാമറ ഓൺ ആക്കുമ്പോ സാറിന് അങ്ങനെ കാണുന്നില്ല, എഴുതിയിരിക്കുന്ന സ്ക്രീനാ കാണുന്നില്ലോ. സാർ നേരത്തെ കൈയെല്ലാം കാണിച്ചപ്പോ കാണുന്നില്ല, ഇരുട്ടത്ത് ചെറുങ്ങനെ എന്തൊക്കെയോ. അതുകൊണ്ട് അതിനെ കുറിച്ച് സംസാരിച്ചേ. ശരി. ഓക്കെ. ഞാൻ മറ്റേ LI5 ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇപ്പൊ മനസ്സിലായി. ഓക്കെ. നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണെന്നൊന്ന് പറയാവോ? ഞാൻ കുറെ നേരം സംസാരിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നേ. LI7 അല്ലേ? അല്ല, അതിൻ്റെ ഇടയിൽ എന്തോ നമ്മൾ അബ്ദുൽ ഖാദർ സാറായിട്ട് എന്തോ ഡിസ്കഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അല്ല, നമ്മള് സീക്ലെസ്റ്റ് പോയിന്റിനെ പറ്റിയിട്ടും അത് നമ്മളെ എമർജൻസി ഉപയോഗിക്കാവുന്ന കാര്യങ്ങളെ പറ്റി. അതായത് അപ്പോൾ ക്രോണിക്കൽ കേസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് ക്രോണിക്കലിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ ഇഷ്യൂസ് മാറിയിട്ടായിരിക്കും ക്ലയന്റ് പറയുണ്ടാവുക. അപ്പോൾ നമുക്ക് തൽക്കാലം നമ്മൾ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു ടെമ്പററി നമുക്ക് റെമഡി കിട്ടും സീക്ക് ലെഫ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത്.
ഹലോ. ഓക്കെ സാർ, അക്യൂട്ട് സാർ റിസൾട്ട് കേൾക്കുന്നുണ്ട്. അല്ലേ? അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഒരു പേഷ്യൻസ് വരുന്നു, എമർജൻസിക്ക് നമുക്ക് സി ക്ലെഫ്റ്റ് ഇടുന്നു, എന്നിട്ട് അവരുടെ കേസൊക്കെ എടുത്തിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാനാണെങ്കിൽ ഇത് വളരെയേറെ യൂസ്ഫുള്ളാണ്. അങ്ങനെ ഈ സി ക്ലെഫ്റ്റ് ഉപയോഗിക്കാൻ. അതേമാതിരി തന്നെയാണ് നമ്മൾക്ക് LI4 നല്ല പോയിൻറ്റ്സ് ആണ്. DU20 നമുക്കങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന പോയിൻ്റാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ST41 അല്ലെങ്കിൽ LU9 രണ്ടിലേതെങ്കിലും ഒന്നോ രണ്ടും കമ്പൈൻ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നത് നമുക്ക് തൽക്കാലം ആ ക്ലയൻറ്റിലേക്ക് നിറയെ റിസൾട്ട് കിട്ടാൻ നല്ലതാണ്. അതേമാതിരി തന്നെ 2 പിരികത്തിൻ്റെയും നടുവിൽ വരുന്ന ഇൻടാങ് എന്നാണ് തോന്നുന്നു പേര്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. 2 പിരികത്തിൻ്റെയും നടുവിൽ വരുന്ന പോയിന്റ്സ്. ഐക്ക് പറ്റിയ കണ്ണിന് പറ്റിയ കണ്ണിന് പറ്റിയല്ല, അത് വന്നിട്ട് മറ്റേ എൻഡോക്ലൈൻ ഗ്ലാൻഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ നല്ല പോയിന്റ്സ് ആണ്. ഇങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് സിറ്റിങ്ങിന് ക്ലയൻറ്റിന് എന്തെങ്കിലും മാറ്റം ഉറപ്പായിട്ടുണ്ടാവും. സി ക്ലെഫ്റ്റ് പോയിന്റ് ഒക്കെ ഇടുന്ന സമയത്ത് ഫസ്റ്റ് സിറ്റിങ്ങിന് കിട്ടുന്ന റിസൾട്ട് പിന്നീട് പ്രതീക്ഷിക്കരുത്. എന്താ കാരണം വെച്ചാൽ സി ക്ലെഫ്റ്റ് പോയിന്റ് ഒക്കെ നിങ്ങൾ ഫസ്റ്റ് ഇടുന്ന സമയത്ത് ചിലപ്പോൾ ആ പേഷ്യൻറ്റിന് എന്തൊക്കെയോ ശരീരത്തിനകത്ത് ഒഴിഞ്ഞു പോയ പോലെയോ അല്ലെങ്കിൽ നല്ലൊരു എനർജിയൊക്കെ ചിലപ്പോൾ ഫീലായി എന്ന് വരും. പിന്നെ സെക്കൻഡ് ട്രിപ്പിൽ അത് പ്രതീക്ഷിക്കരുത്. കാരണം ആ ലോക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഗുണം കിട്ടത്തില്ല കേട്ടോ. സി ക്ലെഫ്റ്റ് ഞാനത് മറ്റേ പറയാൻ വിട്ടുപോയൊരു പോയിൻ്റാണ്. നമ്മൾ ആദ്യത്തെ സിറ്റിങ്ങിനൊക്കെ വരുമ്പോൾ സി ക്ലെഫ്റ്റ് ഒക്കെ ഇട്ട് ഈ LI4 ഒക്കെ ഇട്ട് DU20 ഒക്കെ ഇട്ട് വിട്ടിട്ട് അവർക്ക് ഭയങ്കര റിസൾട്ട് നല്ല കംഫർട്ടബിൾ ആയിരിക്കും ചിലപ്പോൾ പിറ്റേ ദിവസമൊക്കെ. അടുത്ത സിറ്റിങ്ങിൽ വരുന്ന സമയത്ത് നീഡിൽ ചെയ്താൽ ചിലപ്പോൾ ആദ്യം കിട്ടിയ ഒരു റിസൾട്ട് കിട്ടില്ല. ഈ സി ക്ലെഫ്റ്റിൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ അത് പറയേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ വരുന്ന സമയത്ത് ഒട്ടുമേ എനർജി മറ്റേ പാത്തുകളൊക്കെ വന്നിട്ട് പ്രോപ്പറായിട്ട് സർക്കുലേഷൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇതൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നന്നായിട്ട് പെടപെടേന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് പോകുമ്പോൾ നല്ലൊരു സുഖം കിട്ടും. ആൾറെഡി അത് ഓപ്പണായി, പിന്നീട് അതേ തന്നെ സുഖം കിട്ടത്തില്ല. ഇത് സി ക്ലെഫ്റ്റ് മാത്രമല്ല, പൊതുവെ അക്യുപഞ്ചറിൽ ആ ഫസ്റ്റ് സിറ്റിങ്ങിൽ കിട്ടുന്ന കംഫർട്ടബിലിറ്റി ചിലപ്പോൾ പിന്നീട് അതേമാതിരി കിട്ടിയെന്ന് വരില്ല. ഒരുപാട് പേഷ്യൻറ്റിനും അത് ഞാൻ എന്താ പറയുക ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമൊക്കെ നീഡിൽ ചെയ്യുമ്പോൾ ക്ലയൻറ്റ് വന്നിട്ട് ചിലപ്പോൾ നീഡിലിടുന്നത് അറിഞ്ഞു എന്ന് വരില്ല. 2-3 സിറ്റിംഗ് ഒക്കെ കഴിയുന്ന സമയത്ത് നീഡിലിടുന്നത് പെയിനായിട്ട് തോന്നും ആ പോയിൻ്റ്. അത് ഇംപ്രോപ്പർ നീഡ്ലിംഗ് നമുക്ക് പറയാൻ പറ്റില്ല. ആദ്യം സർക്കുലേഷനൊന്നും തീരെ ഇല്ലാതിരുന്നത് കൊണ്ട് അവിടെ നീഡിലിട്ടാലും എന്തിട്ടാലും അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മളൊരു എറുമ്പ് അരിക്കുകയാണെങ്കിൽ നമ്മുടെ സെൻസിറ്റിവിറ്റി സെൻസ് ചെയ്യാനുള്ള ഫീല് പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു എറുമ്പോ എന്തെങ്കിലും ഒന്ന് അരിച്ചാൽ അറിയും. അതേ സമയത്ത് ചീയൊന്നുമില്ലാതെ സെൻസൊക്കെ പോയി ഒരാളുടെ ശരീരത്തിനകത്ത് എറുമ്പല്ല ഇനിയിപ്പോൾ പൂച്ചേനെ വെച്ച് കഴിഞ്ഞാലും അറിയത്തില്ല അല്ലേ. സോ ആദ്യത്തെ സിറ്റിംഗ് ഒക്കെ വരുമ്പോൾ അവർക്ക് നീഡിലിടുമ്പോൾ പെയിൻ ഇല്ലെങ്കിൽ പോലും 4-5 സിറ്റിംഗ് കഴിയുമ്പോൾ കുറേശ്ശെ അവർക്ക് നീഡിലിടുന്നതൊക്കെ വന്നിട്ട് ചെറിയൊരു പെയിൻ ഫീൽ ചെയ്യാൻ പറ്റും നേരത്തേക്കാൾ. അത് നമ്മുടെ ബുദ്ധിമുട്ട് കൊണ്ടല്ല, അവരുടെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ആ സെൻസ് ചെയ്യാനുള്ള കഴിവ് കൂടുന്നതിൻ്റെയാണ്. ഓക്കെ. അപ്പം സി ക്ലെഫ്റ്റ് പോയിൻ്റ് നിങ്ങൾക്ക് ഒരു എമർജൻസി പോയിൻ്റായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ആ മെറീഡിയനിലെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഓപ്പൺ ചെയ്യാൻ ഈ പോയിൻ്റ് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളിവിടെ ലാർജ് ഇൻറ്റെസ്റ്റൈനെ സംബന്ധിച്ചിട്ട് പെട്ടെന്നുണ്ടായിട്ടുള്ള വയറുവേദന റീസണൊന്നും നമുക്കറിയില്ല, നന്നായി തന്നെ ഇരുന്നു, പെട്ടെന്നുണ്ടാവുന്ന അബ്ഡമനൽ പെയിന് മാറാൻ ഇത് നല്ലതാണ്. അതേമാതിരി തന്നെ നമുക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും മറ്റേ വയറിനകത്ത് ശബ്ദങ്ങൾ ഗറന്ന് അങ്ങനെ ഒരു ഗ്യാസോ എന്തെങ്കിലും ഒരു സാധനം മൂവ് ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ആ ശബ്ദം കേൾക്കുകയും ചെയ്യും. ഓക്കെ, നമുക്ക് തന്നെ കേൾക്കാനും പറ്റും. അങ്ങനെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന സൗണ്ട്സ് ക്ലിയർ ചെയ്യാൻ ഈ പോയിൻ്റ് നല്ലതാണ്. അതേമാതിരി തന്നെ ഷോൾഡേഴ്സും ബാക്ക് സൈഡിലുണ്ടാകുന്ന നമ്മുടെ പെടലി ഭാഗത്ത് അല്ലെങ്കിൽ കഴുത്തിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന വേദനകൾക്കൊക്കെ മാറാൻ ഈ LI7 എന്നുള്ള പോയിൻ്റ് നല്ലതാണ്. ഫേഷ്യൽ പാരാലിസിസിനും മുഖത്ത് സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ അത് മാറാനൊക്കെ ഈ പോയിൻ്റ് നല്ലതാണ്. ഈ LI7ൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഹീറ്റ് ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതേമാതിരി നമ്മുടെ ശരീരത്തിനകത്ത് ടോക്സിക് എലമെൻ്റൽ ക്ലിയർ ചെയ്യാൻ ഈ പോയിൻ്റ് നല്ലതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇത് വിൻഡിനെ ക്ലിയർ ചെയ്യുന്നു, ത്രോട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ആക്ച്വലി വന്നിട്ട് നിങ്ങൾ ഇനി ഒരു അടുത്ത പ്രാവശ്യം ഒരു ക്ലയൻറ്റ് കോൺസ്റ്റിപ്പേഷന് വരികയാണെങ്കിൽ
ഈ LI7 മാത്രം നന്നായിട്ട് ഒന്ന് നീഡിൽ ചെയ്യോ, പ്രഷറോ അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് മോക്സായോ അല്ലെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ അത് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്ത് വയ്ക്കൂ. കോൺസ്റ്റിപ്പേഷൻ ക്ലിയർ ചെയ്യാനും ഈ പോയിന്റ് ശരിക്കും ഹെൽപ്പ് ചെയ്യണം. പക്ഷേ നമുക്ക് അതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു പോയിൻ്റാണ് ഈ TW6 ഒക്കെ. അതിടുമ്പോൾ തന്നെ ഒട്ടുമിക്ക ഇഷ്യൂസും വന്നിട്ട് കോൺസ്റ്റിപ്പേഷൻ്റെ ഇഷ്യൂസ് മാറാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ റിസൾട്ട് എന്താ പറയുക ഒരു എന്താ പറയുക എക്സ്പെരിമെൻറ്റിന് വേണ്ടി വിട്ടു തരികയാണ്. ആർക്കെങ്കിലും കോൺസ്റ്റിപ്പേഷൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ LI7 മാത്രം യൂസ് ചെയ്തിട്ട് നിങ്ങൾ ദയവായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ സാർ. ഓക്കെ, പിന്നെ ഓക്കെ സാർ സാർ, ഒന്ന് ഓക്കെ. ചോദിച്ചോട്ടെ, ചോദിച്ചോളൂ. ഇത് അതായത് ഇത് ഓപ്പൺ പിന്നെ ഇഷ്യൂസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി മാത്രം പറയുമ്പോൾ പിന്നെ ഓപ്പൺ ഇഷ്യൂസിനെ ചെയ്ത ഓപ്പൺ ശേഷം ചെയ്യാനില്ല, നമ്മൾ ട്രീറ്റ്മെന്റിന് മെറീഡിയനെ ഓപ്പൺ ചെയ്യാനാണ്, ഇഷ്യൂസിനെ ഓപ്പൺ അല്ല. അതന്നെ മെറിഡിയൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റിന് വേറെ പോയിന്റ്. അതായത് അതായത് ഇപ്പം നമ്മൾ പറയാം ഒരു 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 എന്താ പറയുക ഒരു വേദനയുണ്ട്. ആ വേദന ഒരു സ്റ്റാഗ്നേഷൻ കൊണ്ടാണെന്ന് വെക്കുക, ഒരു തടസ്സം കൊണ്ടാണ്. നിങ്ങൾ ചിലപ്പോൾ ഈ സി ക്ലിഫ്റ്റ് പോയിന്റ് ഉപയോഗിച്ചിട്ട് ആ തടസ്സം ഓപ്പൺ ആവുകയാണെങ്കിൽ പിന്നെ അതിൽ തന്നെ പെയിന് പോവുകയാണെങ്കിൽ വേറെ പോയിന്റ് ഉപയോഗിക്കണമെന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ, പൊതുവെ മറ്റേ ഈ മൾട്ടി നീഡിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ കുറേ പ്രോട്ടോക്കോൾ ഉണ്ട്, എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ, ഒരാൾക്കൊരു വേദനയായിട്ട് വരുന്നു, അപ്പോൾ ഒരു നിങ്ങൾ വന്ന ഉടനെ പൾസ് നോക്കുന്നു, പൾസ് ബാലൻസ് ചെയ്യാൻ ഒരു നീഡിൽ ഉപയോഗിക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എടുക്കുന്നു, അയാൾ വരുന്ന സമയം നോക്കിയിട്ട് ഏത് ഓർഗനാണോ അതിൻ്റെ ഫെറാറി പോയിന്റ് ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് യൂസ് ചെയ്യാൻ പറ്റിയോ? മൂന്നാമത്തെ പോയിന്റ്, അയാൾക്ക് വന്നിട്ട് വേദന കൊണ്ട് വരികയാണെങ്കിൽ ഒരു വേദന സംഹാരിയായിട്ടുള്ള ഒരു പോയിന്റ്, അത് അപ്പർ റീജിയൻ ആണെങ്കിൽ LI4 പ്രിഫർ ചെയ്യുക, ലോവർ റീജിയൻ ആണെങ്കിൽ സ്റ്റൊമക് പോയിന്റിൽ ഉപയോഗിക്കാം. ഓക്കെ, ഉപയോഗിച്ചൂടാ. അതെ. ഇനി കോൺസ്റ്റിപ്പേഷൻ ഉള്ള ഒരാളാണെങ്കിൽ 666 ഉപയോഗിച്ചോടെ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് 4-5 പോയിന്റ് ആയില്ലേ? അതെ 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 അതെ. അപ്പൊ നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പൊ നമ്മൾ മേക്കപ്പ് ഇടുന്ന സമയത്ത് വെറും മുഖത്ത് വന്നിട്ട് വെറുതെ ബ്യൂട്ടീഷ്യൻസിൻ്റെ അടുത്ത് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, ഒരു മേക്കപ്പ് എനിക്കൊന്ന് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ അവർ 1008 ചോദ്യം ചോദിക്കും. ഒരു പാട്ട് പാടണമെന്ന് ചോദിക്കുമ്പോൾ കുറേ പാടുന്നത് പോലെ അവർ ആദ്യം അതിനെ ക്ലീൻ ചെയ്യും, പിന്നെ ഒരു സ്ക്രബിങ് ഉപയോഗിക്കും, പിന്നെ ഒരു സ്മൂത്തറിന് ഉപയോഗിക്കും, അങ്ങനെ പല രീതിയിൽ ചെയ്യും. എല്ലാവരും ഒരേപോലെ ചെയ്യോ? ഇല്ല. അപ്പോൾ നിങ്ങൾ പോയിന്റ് ഓപ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ മനോധർമ്മമാണ്. അപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റലി നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ പൾസ് ബാലൻസ് ചെയ്ത് കൊടുക്കുന്നു. ആ പൾസ് ബാലൻസ് ചെയ്യുമ്പോൾ ക്ലയൻറ്റ് പറയുന്ന ഒരു കൺസിഡറേഷൻ നമ്മൾ എടുക്കുന്നില്ല. ആക്ച്വലി പൾസ് നമ്മൾ എന്താണോ ഫീൽ ചെയ്ത് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല നീഡിൽ ചെയ്യണത്. അതെ 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 അല്ലേ? ബാക്കി ഒരു കാര്യങ്ങൾക്കും നിങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ മൾട്ടി നീഡിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൂടെ ചെയ്യണം? അവർ പറയുന്നത് കൺസിഡർ ചെയ്യണം. എന്നിട്ട് നമ്മളൊരു ഒരു പ്രോട്ടോക്കോൾ നമ്മൾ പ്രിഫർ ചെയ്യും. എന്തൊക്കെ പ്രിഫർ ചെയ്യും? അവർ വന്ന സമയം ഏതാണ് ട്രീറ്റ്മെൻറ്റിന്, അപ്പോൾ ആ ഹൊററി പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആ പോയിന്റിനെ ഹൊററി പോയിന്റ് സമയത്ത് ആക്ടിവേറ്റ് ചെയ്യണം. ഇയാൾക്ക് വൈകുന്നേരത്തെ സമയം അല്ലെങ്കിൽ ലാർജ് ഇൻഡസ്ട്രിൻ്റെ സമയമാണ് നീഡ്ലിംഗ് നിർബന്ധം ഉണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ ആ ഹൊററി പോയിന്റിൽ അദ്ദേഹത്തിനോട് പറയുക, നിങ്ങൾ രാവിലെ മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കുന്ന 4 മണിക്ക് എഴുന്നേൽക്കുന്ന സ്വഭാവം ഉണ്ട് പറയുകയാണെങ്കിൽ ആ സമയത്ത് ഒരു കുരുമുളക് എടുത്തിട്ട് ലങ്ങിൻ്റെ ഹൊററി പോയിന്റിൽ വെക്കാൻ. 5 മണി വരെ ലങ്ങിൻ്റെ സമയമാണ്. ഓക്കെ, അപ്പോൾ അയാൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് ആ മെറീഡിയൻ്റെ ഹൊററി പോയിന്റിൻ്റെ സ്ഥലം പറഞ്ഞു കൊടുത്തിട്ട് അവിടെ അവരോട് കുരുമുളക് ഒട്ടിക്കാനോ അതല്ലെങ്കിൽ ചുവന്ന നിറം അടിച്ചിട്ട് കുറച്ച് പ്രകാശം കാണിക്കാനോ പറഞ്ഞു കഴിഞ്ഞാൽ പോരെ? പ്രകാശം പറഞ്ഞ ലൈറ്റ് രാത്രി രാവിലെ 3 മണിക്കൊന്നും രാത്രിക്കാണെങ്കിൽ നമുക്ക് രാത്രിക്കാണെങ്കിൽ കളർ പ്രിഫർ ചെയ്യേണ്ട, കുരുമുളക് പ്രിഫർ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഇത് നമ്മളാണ് പ്രോട്ടോകോൾ ഡിസൈഡ് ചെയ്യുന്നത്, അതിന് TCMആയിട്ട് ബന്ധമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരാൾ വരുന്ന സമയത്ത് അയാൾ പറയുമ്പോൾ ഏതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം തോന്നുന്നു അതിനെയൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് നീഡിലിടുന്ന സമയത്ത് നിങ്ങൾക്കൊരു ലോജിക്ക് ഉണ്ടാവണം. ഞാൻ ഈ പോയിന്റ് ഇടുന്നത് ഇന്നതിന് വേണ്ടിയിട്ടാണ്. അത് നീഡിലിടുമ്പോൾ നിങ്ങൾ മനസ്സിനകത്ത് വെക്കുന്ന സമയത്ത് അതവിടെ വർക്ക് ചെയ്യും. സാർ ഞാനിതൊന്നും അറിയാണ്ട് നീഡിലിട്ട് സാറേ ഈ പിന്നെ ഒരു തവണ നമ്മൾ ഇത് ഓപ്പൺ ചെയ്താൽ പിന്നെ അടുത്ത തവണ റിസൾട്ട് കിട്ടൂല എന്നല്ല പറഞ്ഞു. അപ്പൊ എത്ര ഗ്യാപ്പ് വേണം? ഒരു തവണ നമ്മള് ഇത് യൂസ് ചെയ്താൽ പിന്നെ അടുത്ത സീക്ക് ലെഫ്റ്റ് പോയിന്റ് പറഞ്ഞത് ജമീല മാം, ഞാൻ റിസൾട്ട് കിട്ടില്ല എന്നല്ല പറഞ്ഞത്.
ഞാൻ പറഞ്ഞത് ഒരു കംഫർട്ടബിൾ അവർക്ക് നീഡിൽ ചെയ്യുമ്പോൾ ഫ്രീ കിട്ടും. നമ്മളിപ്പോൾ ഒരു ഓസ് കുറേ ദിവസം ഉപയോഗിക്കേണ്ടി വെച്ചു, മഴക്കാലമാണ്, ഈ ഓസിന് മുഴുവനും നമ്മൾ മടക്കി ചുരുട്ടി എടുത്ത് വെക്കുന്നു. അത് മഴക്കാലം കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഡേ വെക്കുന്ന സമയത്ത് ഈ ഫയർഫോഴ്സിലത്തെ മറ്റേ അവരുടെ എന്താ പറയുക ഓസ് ഉണ്ടല്ലോ, ഓസ് ഫസ്റ്റ് ടൈം മടക്കി വെച്ച് ഉപയോഗിക്കുന്ന സമയത്ത് വെള്ളം വരുന്ന സമയത്ത് അത് ഫട്ട് 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 എന്ന് പറഞ്ഞിട്ട് അത് മുഴുവനും അങ്ങനെ വികസിച്ച് കംഫർട്ട് ഒരു കാണാൻ ഒരു രസമുള്ള ഒരു ആ ശബ്ദത്തിനൊരു ഒരു പ്രത്യേക പുതുമയൊക്കെ തോന്നും ഇല്ലേ? എന്നിട്ട് കുറച്ച് നേരം ഓഫ് ആക്കിയിട്ട് പിന്നെ ഓൺ ചെയ്യുമ്പോൾ ആ പഴയതുപോലെ ആവുമോ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഫസ്റ്റ് കിട്ടുന്ന കംഫർട്ടബിലിറ്റി അവർക്കത് ഫീൽ ചെയ്യില്ല. അപ്പം നിങ്ങൾ നല്ല വിശപ്പോടെ കഴിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിൽ പോലും ആദ്യത്തെ 1-2 വായ കഴിക്കുന്ന ടേസ്റ്റ് ലാസ്റ്റ് കഴിക്കുന്ന വായയിലേക്ക് ഉള്ളത് കിട്ടത്തില്ല അല്ലേ? ഇല്ല, കിട്ടൂല. അത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് റിസൾട്ട് കിട്ടില്ല എന്നല്ല. ദ ഫീലിംഗ് ഓഫ് ദാറ്റ് ക്ലയന്റ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ അവിടെ നിർത്തി. LI7 പറഞ്ഞു, അടുത്തത് LI8ലേക്കാണ് പോകേണ്ടത്. എല്ലാം പറഞ്ഞില്ലേ ഞാൻ? എന്തെങ്കിലും വിട്ടുപോയെങ്കിൽ പറയാം, എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിലോ. ഫംഗ്ഷൻ പറഞ്ഞില്ലേ, ക്ലിയർ ദ ഹീറ്റ് ആൻഡ് ഡീടോക്സിഫൈസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺസെൻട്രേഷൻ ആളുകൾക്ക് ഈ പോയിന്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കൂ, എന്നിട്ട് എന്നെ അടുത്ത ആഴ്ച അപ്ഡേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. ഓക്കെ ട്രൈ ചെയ്യാം. മറ്റേ ജമീല മാം അല്ല, ക്ലാസ്സിലുള്ള എല്ലാവരും ഇത് കേൾക്കണ്ടെന്ന് വിചാരിക്കണം. മൊത്തം 6 അല്ല 7 പേരേ ഉള്ളൂ. ഓക്കെ, 7 പേർക്കും കൂടിയിട്ടാ. ശേഷം ലിങ്ക് കേട്ടാ അവരും ചെയ്തോളൂ സാർ. ഓക്കെ, അപ്പോൾ LI7 എന്നുള്ളത് റിസ്റ്റ് ക്രീസിൽ നിന്ന് LI5 നിന്ന് LI11ലേക്കുള്ള വഴിയിൽ 5 ചൂണാണ്. നിങ്ങളിങ്ങനെ ഈ കയ്യിലെ ഈ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് കയ്യിൻ്റെ പൊസിഷൻ പ്രോപ്പർ ആയിരിക്കണം, ഇങ്ങനെ തന്നെ വെക്കണം. ചിലപ്പോൾ ക്ലയൻറ്റ് കൈ ഇങ്ങനെയൊക്കെ തിരിച്ച് വെച്ചെടുക്കുന്ന സമയത്ത് ഈ ഭാഗത്തുണ്ടാകുന്ന ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും, പ്രത്യേകിച്ച് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള എല്ലാ പോയിന്റും തെറ്റുവരും. അതുകൊണ്ട് ക്ലയൻറ്റിൻ്റെ കയ്യിൻ്റെ പൊസിഷൻ ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ ചെറുവിരൽ എവിടെ ഉണ്ടാവണം? നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗത്തേക്ക് ഉണ്ടാവണം. തള്ളവിരൽ ആൻറ്റീരിയറിൽ ഉണ്ടാവണം. ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് തന്നെ നിങ്ങൾ വന്നിട്ട് 3 ചൂണും 5 ചൂണും ഒക്കെ എടുക്കാവൂ. അല്ലാണ്ട് കൈ ടേബിൾ അവരെങ്കിലും ഒക്കെ തിരിച്ച് വെക്കുന്ന സമയത്ത് നിങ്ങൾ നീഡിലിടുന്ന പോയിന്റ് മാറ്റം വരും. അതിൽ ട്രിപ്പിൾ വാർമർ 5, 6, 7, 8 ഒക്കെ വരുന്ന പോയിന്റുകൾ. അതേമാതിരി ലാർജ് ഇൻഡസ്ട്രിയനിൽ LI9 വരെയുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൊക്കേഷൻ മാറും. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. എന്താ സാർ? ട്രിപ്പിൾ വാർമർ 5-6 പോയിന്റ് നീഡിൽ ചെയ്യുമ്പോൾ കൈ പിടിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീഡിലിട്ട് നോക്കി കഴിഞ്ഞാൽ അത് വേറെ സൈഡിലേക്ക് മാറി പോലെ തോന്നും. വേറെ സൈഡിലേക്ക്. അതുകൊണ്ടാണ് അവർ കംഫർട്ടബിൾ ആക്കി വെക്കണം എന്ന് പറയുന്നത്. കംഫർട്ടബിൾ ആക്കി വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുക, ഈ കൈ പോയി ഇവിടെ നിൽക്കുന്നതാണ് ട്രിപ്പിൾ വാർമർ 6. നമ്മൾ മെറിഡിയൻ വരുമ്പോൾ നോക്കാം, എന്നിട്ട് അവിടെ ഒന്ന് റൗണ്ടിൽ പ്രസ് ചെയ്ത് നോക്കുക, എന്നിട്ട് ഏത് ഭാഗത്താണോ പേഷ്യൻറ്റിന് പെയിൻ, എന്നിട്ട് കൈ ഐഡിയൽ ആക്കിയ ശേഷം നീഡിലിട്ട ലൊക്കേഷൻ കറക്റ്റ് ആവും. അല്ലെങ്കിൽ കൈ പോയിന്റ് മാറിയ മാതിരി തന്നെ തോന്നും. അതെ. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് പോയിന്റിൽ അല്ലെങ്കിൽ റിസൾട്ട് കുറയും, അത്രയേ ഉള്ളൂ. വേറെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. അടുത്തത് LI8 എന്നുള്ള പോയിന്റാണ്. ഇത് ഇനിയൊക്കെ വരുന്നത് എക്സ്ട്രാ പോയിന്റ്സ് ആണ്, അറിയാമല്ലോ നിങ്ങൾക്ക്. ഓക്കെ, ഒരെണ്ണം മാത്രമേ ഇനി മെറിഡിയൻ പോയിന്റ് വരാനുള്ളൂ. വിത്ത് ദ എൽബോ ഫ്ലെക്സ്ഡ് ദ പോയിന്റ് ഈസ് ഓൺ ദ ഡോർസൽ റേഡിയൽ സൈഡ് ഓഫ് ദ ഫോർആം ഓൺ ദ ലൈൻ കണക്ടിങ് LI5 ആൻഡ് LI11 4 ചൂൺ ബിലോ ദ ട്രാൻസ്വേഴ്സ് ക്യൂബിറ്റിയൽ ക്രീസ്. അതായത് നമ്മൾ ഇത്ര നേരം റിസ്റ്റ് നിന്നാണ് മെഷർമെന്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. LI8 എത്തുന്ന സമയത്ത് നമ്മൾ LI11 എന്നുള്ള പോയിന്റിൽ നിന്നും 4 ചൂൺ താഴെ വരുന്ന പോയിന്റാണ് LI8 എന്ന് പറയുന്നത്. അബ്ഡമിനൽ ഡിസ്റ്റൻഷൻ, അതായത് വയറ് ചാടിയ പോലെ തോന്നുക, അല്ലെങ്കിൽ മുറുകിയിരിക്കുന്ന പോലെ തോന്നുക, മറ്റേ വെയിറ്റ് ആയിട്ട് തോന്നുക, ഇങ്ങനെയുള്ള ഇഷ്യൂസിനൊക്കെ നല്ലതാണ്. അതേമാതിരി അബ്ഡമിനൽ പെയിനിനും നല്ലതാണ്. അതേമാതിരി തന്നെ കൈകളിലെയും എൽബോയിലെയും പെയിൻ മാറാൻ നല്ലതാണ്. ഈ LI8, ഓക്കെ, LI8, LI9, LI10, LI11 ഇതെല്ലാം നിങ്ങൾ റെഗുലറായിട്ട് മസാജ് ചെയ്യുന്നത് തന്നെ മസിൽസിനെയൊക്കെ വന്നിട്ട് മറ്റെന്താ പറയുക, മസിൽസിനെയൊക്കെ ഉണ്ടാവുന്ന സ്റ്റാഗ്നേഷൻ റിമൂവ് ചെയ്യാനും മസിൽ ഏരിയയിലുള്ള ചീ ഫ്ലോ നന്നായിരിക്കാനും നല്ലതാണ്. അപ്പോൾ അത് എവിടെയാണെങ്കിലും ശരി,
നിങ്ങളുടെ മൊത്തത്തിൽ മസിൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ റെഗുലറായിട്ട് അമർത്തുമ്പോൾ ഏത് ഭാഗത്താണോ വേദന കൂടുതൽ ആ ഭാഗത്ത് കൂടുതൽ പ്രഷർ കൊടുക്കുക. എസ്പെഷ്യലി LA10 ആയിരിക്കും കുറച്ചുകൂടെ നല്ല പോയിന്റ് എന്ന് മാത്രം. ഓക്കെ, ദ മോർ പെയിൻ ഏരിയ ആണ് നമ്മുടെ ടാർഗറ്റ്. നമ്മൾ ഈ അമ്പും ബില്ലൊക്കെ വിടുന്ന സമയത്ത് സെൻട്രലിൽ ഒരു റെഡ് കളർ ഡോട്ട് കൊടുത്തിട്ടുണ്ടാവും ഷൂട്ടിങ്ങിലൊക്കെ, അതിനാണ് പ്രയോറിറ്റി. അതേമാതിരി നമ്മുടെ അക്യുപഞ്ചർ പോയിന്റ്സിൽ നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത് മോർ പെയിൻ ആയിട്ടുള്ള ഏരിയയാണ് നമ്മൾ കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത്, റിസൾട്ട് കിട്ടാൻ നല്ലത്. ഓക്കെ, അതേമാതിരി ആൾസോ യൂസ് ടു ട്രീറ്റ് ഫീവർ, പനിക്ക് നല്ല പോയിൻ്റാണ്, തലവേദനയ്ക്ക് ഈ പോയിന്റ് നല്ലതാണ്. ആൻഡ് സിംറ്റംസ് ഓഫ് ഡൈജസ്റ്റീവ് ഇംബാലൻസ്, ദഹനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് എല്ലാത്തിനും നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. അതേമാതിരി കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ ഡയേറിയയ്ക്കും കൂടി ഈ പോയിന്റ് നല്ലതാണ്. ഇതിൻ്റെയും ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ക്ലിയേഴ്സ് ദ ഹീറ്റ്, എക്സ്പെൽസ് ദ വിൻഡ്. ബാക്കിയുള്ള മെറീഡിയനിലൊക്കെ പോകുമ്പോൾ ക്ലിയേഴ്സ് ദ ഹീറ്റ് നിർബന്ധമായിട്ടുണ്ടാവും. ഇത് മെറ്റൽ എലമെൻറ്റും ആയതുകൊണ്ട് എക്സ്പെൽ വിൻഡും കൂടെ വരുന്നുണ്ട്. അതേമാതിരി തന്നെ ഈ പോയിന്റ് സ്മാൾ ഇൻറ്റസ്റ്റൈനെ റെഗുലേറ്റ് ചെയ്യാനും നല്ലതാണ്. ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, പക്ഷേ കണക്റ്റഡ് ആയിട്ടുള്ള ഓർഗനാണ് സ്മാൾ ഇൻറ്റസ്റ്റൈനും ലാർജ് ഇൻറ്റസ്റ്റൈനും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ വന്നിട്ട് സ്മാൾ ഇൻറ്റസ്റ്റൈൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിനും ഈ പോയിന്റ് നല്ലതാണ്. LA8 LA11 നിന്നും 4 ചൂൺ താഴെ, അതായത് ഓൺ ദ വേ ടു LA5. അടുത്തത് LA9 എന്നുള്ള പോയിന്റാണ്. മറ്റേതിനെ ലോവർ റിഡ്ജ് എന്ന് പറഞ്ഞു, ഇതിനെ അപ്പർ റിഡ്ജ് എന്ന് പറയുന്നു. അതായത് LA11 നിന്നും 3 ചൂൺ താഴെ, മറ്റേത് 4 ചൂണായിരുന്നു. പക്ഷാഘാതം, ഈ കോട്ടുവാദം എന്നുള്ളത് പുതിയ വാക്കായതുകൊണ്ട് ഞാൻ അവിടെ ഇട്ടു എന്ന് മാത്രം. പക്ഷാഘാതത്തിന് ഈ പോയിന്റ് നല്ലതാണ്. പ്രത്യേകിച്ച് പക്ഷാഘാതം വന്നിട്ട് കൈ മൂവ്മെൻറ്റുമായിട്ടൊക്കെ മറ്റേ ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് ഈ പോയിന്റിൽ, ഈ ഇവിടെ 3-4 പോയിന്റിൽ നല്ല പെയിൻ ഉണ്ടാവും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ഓരോ പോയിന്റും പ്രസ് ചെയ്ത് നോക്കിയിട്ട് മോർ പെയിൻഫുൾ ഏരിയനെ ഓപ്റ്റ് ചെയ്യാനാണ് എൻ്റെ അഡ്വൈസ് കേട്ടോ, എൻ്റെ എക്സ്പീരിയൻസിൽ. ഓക്കെ, ഇതൊക്കെ മറ്റേ കൈ റിലേറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ എല്ലാത്തിനും നല്ലതാണ്. പക്ഷാഘാതം തന്നെ വേണമെന്നില്ല, അതല്ലാണ്ട് പ്രായമായവരിലും മറ്റൊക്കെ കൈ മൂവ്മെൻറ്റ്സിനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ ഷോൾഡറും ആമിലും ഉണ്ടാകുന്ന വേദനകൾക്ക് നല്ലതാണ്. നംനെസ്സിനും ഈ പോയിന്റുകൾ നല്ലതാണ്. അബ്ഡമൽ പെയിന് നല്ലതാണ്. ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന സൗണ്ടിന് നല്ലതാണ്. അതേമാതിരി തന്നെ യൂറിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് യൂറിൻ പ്രോപ്പറായിട്ട് പോവാതിരിക്കുകയാണെങ്കിലൊക്കെ ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി ഡൈജസ്റ്റീവ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിനും ഈ പോയിന്റ് നല്ലതാണ്. ഓക്കെ, അതേമാതിരി തന്നെ യൂറിനേഷൻസ് ഒക്കെ ഈ ഭാഗത്തുള്ള കുറച്ച് പോയിന്റുകളുണ്ട്. ഇവിടെ റെഗുലറായിട്ട് ഒന്നില്ലെങ്കിൽ മസാജ് ചെയ്യുകയോ അല്ലെങ്കിൽ കുറച്ച് ഡീപ്പായിട്ട് ഹീറ്റ് പാഡോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ തന്നെ യൂറിനേഷൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിനൊക്കെ നല്ല റിസൾട്ട് കിട്ടുമേ. ഞാൻ ജസ്റ്റ് അത് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ ഈ സബ്ജക്റ്റായിട്ട് കണക്റ്റഡ് അല്ല, പക്ഷേ നല്ല റിസൾട്ടുള്ള പോയിന്റുകളാണ്. ഓക്കെ, ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്സ് പെയിൻ. ഓക്കെ, പെയിൻ LA4 പോലെ തന്നെ വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന പോയിന്റാണ് LA9 എന്നുള്ളത്. ലാർജ് ഇൻഡസ്ട്രീനെ റെഗുലേറ്റ് ചെയ്യാൻ ഈ പോയിന്റ് നല്ലതാണ്. അതുകൂടാതെ ഈ മെറീഡിയനെ തന്നെ ആക്ടിവേറ്റ് ചെയ്യാൻ നല്ലതാണ്. ഈ LA9ൻ്റെ മുകളിലുള്ള LA9ഉം 10ഉം ഒക്കെ വന്നിട്ട് ആൾമോസ്റ്റ് സെയിം ഫങ്ഷനാണ്. LA10 കുറച്ച് കൂടുതലായിട്ട് LA9നേക്കാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലൊക്കേഷൻ വന്നിട്ട് സാർ ഈ പിന്നെ മോർ പെയിൻഫുൾ പ്രിഫേഴ്സ് പറഞ്ഞില്ല സാർ. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ മോർ ദാൻ 1 സ്ഥലത്താണെങ്കിലോ പിന്നെ പെയിന് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ 2 പോയിന്റ് നീഡ് ചെയ്യാം. ഓക്കെ, അതല്ല എങ്കിൽ മോർ പെയിൻഫുൾ ഏരിയ ഓപ്റ്റ് ചെയ്യാം. അതേമാതിരി തന്നെ TCM ഒക്കെ ചെയ്യുന്ന സമയത്ത് അടുത്തടുത്തുള്ള പോയിന്റുകളാണെങ്കിൽ TCM ട്രഡീഷണലി ആയിട്ട് TCMൽ ലോങ് നീഡിൽസ് ആണ് കൂടുതൽ ഉപയോഗിക്കുക. സുജോക്ക് നീഡിലോ പ്രസ് നീഡിലോ മറ്റൊന്നും അവർ ഉപയോഗിക്കാറില്ല. അവരുപയോഗിക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഹാഫ് ചൂൺ പോലും വളരെ റെയറായിട്ടാണ്. 1 ചൂണിന് മുകളിലുള്ളതാണ് ഉപയോഗിക്കുക. 2 ചൂൺ 3 ചൂണൊക്കെയാണ്. അങ്ങനെ അവരിടുന്ന സമയത്ത് ഈ ഭാഗത്ത് പെയിൻ ഉണ്ടെങ്കിൽ ഈ 3 പോയിന്റിനെ കവർ ചെയ്യാൻ സ്ലാൻഡിങ് ആയിട്ട് ഒറ്റ നീഡിൽ ഇടുക ചെയ്യുക. അങ്ങനെ ഇടുന്ന സമയത്ത് 3 പോയിന്റും അവർ കണക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതേപോലെ ഇപ്പൊ LA9, LA8, LA7 ഈ 3 ഭാഗത്ത് നമുക്ക് വേദന വന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് പെയിൻഫുൾ ഏരിയയിൽ ഒരു നീഡിൽ ചെയ്തതിന് ശേഷം നോക്കി ഒരു 1-2 മിനിറ്റ് വെച്ചിട്ടൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്തതിന് ശേഷം ആ നീഡിൽ എടുത്ത് കഴിഞ്ഞിട്ട് മറ്റേ 3 പോയിന്റ് നോക്കി കഴിഞ്ഞാൽ ആ 3 ഭാഗത്തെ വേദനയും മാറിയിട്ടുണ്ടാവും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒട്ടുമിക്ക കേസിലും മാറാറുണ്ട്.
ഓക്കെ. പക്ഷേ TCMൽ മറ്റേ ചൈനീസ് സിസ്റ്റത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ പരീക്ഷണത്തിന് നിർത്തില്ല. ഈ മോർ പെയിൻഫുൾ ഇപ്പോൾ LA9 ആണ്, അത് കഴിഞ്ഞിട്ട് പെയിൻ LA8 ആണെങ്കിൽ ഈ 2 പോയിന്റിനെയും കവർ ചെയ്യുന്ന പോലെ ഒരു നീഡിൽ ഇറക്കുക ചെയ്യുക, അല്ലെങ്കിൽ 3 പോയിന്റിനെ കവർ ചെയ്ത് നീഡിൽ ഇറക്കും. അങ്ങനെ അതേമാതിരി തന്നെ വെച്ചാല് സാർ, അങ്ങനെ വെച്ചാല് പോയിന്റിന്റെ മധ്യഭാഗം എടുക്കേണ്ടി വരൂല എല്ലാം കവർ ചെയ്യണമെങ്കിൽ? അതാ നോക്കി മനസ്സിലായി. ചാനൽ നോക്കിയിട്ട് നോക്കിയിട്ട് അത് സഡേഷനും പോകും, ചിലപ്പോൾ ടോണിഫിക്കേഷനും ആവും. അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. എനിക്ക് ചോദ്യം മനസ്സിലായില്ല, പക്ഷെ അബ്ദുൽ ഖാദർ സാർ പറഞ്ഞത് അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോകുന്നു. ഓക്കെ. അടുത്തത് നമ്മൾ LA10 എന്നുള്ള പോയിന്റ്സ് ആണ്. വളരെയേറെ നമുക്ക് ക്ലിനിക്കലിയും അതേമാതിരി തന്നെ നമുക്കും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മസിൽ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിന് വളരെ നല്ല പോയിന്റാണ് കേട്ടോ ഇത്. ഓക്കെ. 2 ചൂണാണ് LA11 നിന്ന് താഴെ ഈ പോയിന്റ് ലൊക്കേഷൻ. ഓക്കെ, നിങ്ങൾക്ക് അറിയാമല്ലോ, ആൾറെഡി നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോൾ LA11 നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. LA11 നിന്നും 3 ചൂൺ LA9, 2 ചൂൺ LA10. ഓക്കെ. അബ്ഡമൻ പെയിന് നല്ലതാണ്, ഡയേരിയയ്ക്ക് നല്ലതാണ്. അപ്പർ എക്സ്ട്രിമിറ്റീസ്, അതായത് കൈകളിൽ ഉണ്ടാവുന്ന പക്ഷാഘാതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതേമാതിരി തന്നെ ഷോൾഡർ പെയിൻ, ടെന്നീസ് എൽബോയിനൊക്കെ ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി തന്നെ പെയിൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ നീഡിൽ ചെയ്യുന്ന സമയത്ത്, നമ്മൾ നീഡിൽ ഇടുന്ന സമയത്ത് ചിലപ്പോൾ സിവിയർ ആയിട്ട് അവർക്ക് വേദന ഉണ്ടാവും, ഷോക്ക് അടിക്കുന്ന പോലെയൊക്കെ പറയണ്ട. ആ സമയത്ത് പതുക്കെ ഒന്ന് ആ നീഡിലിനെ നമ്മൾ കൈകൊണ്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഓക്കെ. അപ്പോൾ എന്താ വെച്ചാൽ ചില സമയത്ത് ഇൻകറക്റ്റ് നീഡ്ലിങ് ഇടുന്ന സമയത്ത് സിവിയർ ആയിട്ട് പെയിൻ വരും, ഷോക്കല്ല പെയിൻ വരും. അങ്ങനെയുള്ള സമയത്ത് ജസ്റ്റ് അതിനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, വിരലുകൾ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിടിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് മിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിക്കോളും. ഓക്കെ. ഇതിനകത്ത് നമ്മൾ എവിടെയും വന്നിട്ട് മസിൽസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പക്ഷെ പേഴ്സണലായിട്ട് വളരെ താഴെ കൊടുത്തിട്ടുണ്ട്. മോട്ടോർ ഇമ്പയർമെൻറ്റ് ഓഫ് അപ്പർ ലിംസ്, കൈകളിലെ റെസ്ട്രിക്ഷൻ, മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻസിന് അല്ലെങ്കിൽ മസിൽ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിന് ഈ പോയിന്റ് നല്ലതാണ്. പക്ഷേ ബുക്കുകളിലൊക്കെ ഇങ്ങനെ മറ്റേ അപ്പർ ലിംബ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ പോലും ഈ പോയിന്റ് മസിൽ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂ ബോഡിയിൽ എവിടെയുണ്ടെങ്കിലും നിങ്ങൾ ഈ ഭാഗത്ത് റെഗുലറായിട്ട് കുറച്ച് നേരം മസാജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത് ഞാൻ ക്ലയൻറ്റിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളല്ല, ഇത് എൻ്റെ ശരീരത്തിൽ തന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ റെഗുലേറ്റ്സ് ചീ ആൻഡ് ബ്ലഡ്, അതായത് ഈ LA10 എന്നുള്ള പോയിന്റ് ചീനിയും ബ്ലഡിൻ്റെയും സഞ്ചാരത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന പോയിന്റാണ്. ചീനെ ടോണിഫൈ ചെയ്യണു, ചീനെ ടോണിഫൈ ചെയ്ത് ഓട്ടോമാറ്റിക്കലി ബ്ലഡും ടോണിഫൈഡ് ആണ്. അപ്പോൾ ശരീരത്തിനകത്ത് മൂവ്മെൻറ്റ്സ് ഓഫ് ചീ ആൻഡ് ബ്ലഡ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റാഗ്നേഷൻസ് റിമൂവ് ആകും. അങ്ങനെ സ്റ്റാഗ്നേഷൻ റിമൂവ് ആകുന്ന സമയത്ത് നമുക്ക് വേദനയും കുറയും. അതുകൊണ്ട് എവിടെ ഉണ്ടെങ്കിലും ഈ പോയിന്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, എസ്പെഷ്യലി കൈകളിൽ. അത്രയേ ഉള്ളൂ, നമ്മൾ അങ്ങനെ കണക്കാക്കാൻ മതി. ഇത് ഡീപ്പ് നീഡ്ലിങ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1 ചൂൺ വരെയും നിങ്ങൾക്ക് നീഡിൽ ചെയ്യാം. ഓക്കെ. ലൊക്കേഷൻ നിങ്ങൾക്ക് ആൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. അടുത്തത് LA11 എന്നുള്ള പോയിന്റാണ്. ഇതും നിങ്ങൾക്ക് ആൾറെഡി വന്നിട്ട് നിങ്ങൾ മറ്റേ സിംഗിൾ കാര്യം ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു പോയിന്റാണ് അല്ലേ? എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ സിംഗിളിൽ പറയാറ്? ഒരു യൂണിവേഴ്സൽ പോയിന്റ് ആണ്. യൂണിവേഴ്സൽ പോയിന്റ് പറയാവോ? അത് ആക്ച്വലി DU20 എന്ന് പറയാം, യൂണിവേഴ്സൽ പോയിന്റ്. അതെ, SP5ഉം. പക്ഷെ ഒരുവിധം എല്ലാത്തിനും ഇത് ഉപയോഗിക്കാം. LA11 എന്നാലും മാക്സിമം ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഇമ്മ്യൂണിറ്റിക്ക് നല്ല പനിക്ക് നല്ലതാണ്. പനിയുള്ള സമയത്ത് പനി എന്നൊന്നും പറയണ്ട. അത് എസ്പെഷ്യലി നല്ലത് എന്തിനൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇമ്മ്യൂണിറ്റി പറഞ്ഞത് ഓക്കെയാണ്. അതേമാതിരി തന്നെ മറ്റേ ടോക്സിൻ റിമൂവൽ പോയിന്റും കൂടെയാണ്, സ്കിന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്. അതെ, സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും, അതുപോലെ പനി, ഇതിനൊക്കെ നന്നായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് തന്നെയാണ് ഇവിടെയും മൾട്ടിയിലും പറയുന്നത്. കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ കവർ ചെയ്യും. ലൊക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കൈ 90 ഡിഗ്രി മടക്കുന്ന സമയത്ത് നമ്മുടെ റിസ്റ്റിൻ്റെ ക്രീസ് ആൻറ്റീരിയർ സൈഡിൽ എവിടെയാണോ ഫിനിഷ് ചെയ്യുന്നത് അതാണ് LA11.
ഈ LA10 ആണെങ്കിലും LU9 ആണെങ്കിലും LA8 തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ആദ്യം ശരിക്കും LA11 പഠിക്കണം. അപ്പോൾ നമ്മളൊരു ക്ലാസ് പോലെ എടുക്കുകയാണെങ്കിൽ LA5 പഠിച്ചു കഴിഞ്ഞ ശേഷം LA11 പഠിച്ച ശേഷം ബാക്കിയുള്ള പോയിന്റ് പഠിക്കുമ്പോഴാണ് ശരിക്കും മനസ്സിലാകത്തുള്ളൂ. പറഞ്ഞു വരുന്നത് മനസ്സിലാവുണ്ടോ? ഈ യെസ്, ഒരു മറ്റൊരു സ്കെയിൽ കൊണ്ട് വരച്ചാൽ മതി. ആ സ്കെയിൽ കൊണ്ട് വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അതേ സ്ഥലത്ത് പോയിന്റ് വരയ്ക്കാൻ കിട്ടും. നിൽക്കരുത്, ഇതൊക്കെ പേഷ്യന്റിന് വരയ്ക്കാൻ അങ്ങനെയല്ല പറ്റുമോ? സാർ, അങ്ങനെ പറഞ്ഞല്ല ഞാൻ, ഒരേ ലൈനാ, സ്ട്രെയിറ്റ് ലൈൻ എന്ന് ആ, പറഞ്ഞത്. അതെ. അപ്പോൾ നമ്മൾ സാധാരണ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈം പഠിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഇത് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ LA5ഉം LA11ഉം പഠിച്ച ശേഷം ബാക്കി ഇടയിലത്തെ പോയിന്റ് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്ന പോയിന്റാണ്. ഓക്കെ, ഇത് ഹൈ ട്രാൻസ്പോർട്ടിങ്. പറഞ്ഞോളൂ സാർ. LA11 ഭാഗത്ത് നമ്മൾ ചൂണ്ടുവിരലോട് അമർത്തി കഴിഞ്ഞിട്ട് അവിടെ കഠിനമായ വേദന ഉണ്ടെങ്കിൽ അയാൾക്ക് ഹാർട്ടിന്റെ ബ്ലോക്കുമായിട്ടുള്ള പ്രശ്നം ഉണ്ട് എന്നുള്ള മനസ്സിലാക്കാൻ ഒരു ഐഡന്റി പോയിന്റ് ആണെന്ന് കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല സാർ, അത് LA11 അല്ല, H3 ആണ് ഉപയോഗിക്കുക. ഓക്കെ, അന്ന് സഭാ സാറിന്റെ ക്ലാസ്സിൽ സാറ് പ്രത്യേകം നോട്ട് ചെയ്യാൻ പറഞ്ഞൊരു പോയിന്റ് ആണ് ഇരുന്നത്. എനിക്കതറിയില്ല, ഞങ്ങൾ പഠിക്കുമ്പോൾ. ഓക്കെ, കറക്റ്റ് ആയിരിക്കാം സാർ. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാല് ഈ H3 ആണ് സാധാരണ ഞങ്ങൾ പഠിക്കുമ്പോഴൊക്കെ പഠിച്ചത്. H3യുടെ ഓപ്പോസിറ്റ് സൈഡ് തന്നെയല്ല അത്. അതെ അതെ, അതിന്റെ മറ്റൊരു കൂടെ മറ്റൊരു കാര്യം കൂടി നോക്കേണ്ടതുണ്ട്. അവരുടെ നാവ് കൂടെ ശ്രദ്ധിക്കണം. നാവിൻ തുമ്പില് സാധാരണ രീതിയിൽ കറുത്ത പുള്ളികൾ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ സാധാരണ ചില ആൾക്കാർക്ക് നാവിന് തുമ്പില് കറുത്ത പുള്ളികളുള്ള ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ സാധാരണ ആൾക്കാർക്ക് നാവിൻ തുമ്പില് കറുത്ത പുള്ളികൾ ഇല്ലാതിരിക്കുകയും ഈ സമയത്ത് നാവിൻ നോക്കുമ്പോൾ കറുത്ത പുള്ളികൾ ഉണ്ടാവുകയും ചെയ്തു കഴിയുക. അതോടൊപ്പം ഈ LA11 ഭാഗത്ത് സൂചി കൊണ്ട് കുത്തുന്ന പോലത്തെ വേദന അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഇൻഡിക്കേഷൻ ആയിട്ട് മനസ്സിലാക്കണം. അവരുടെ ഫർദർ ഹാർട്ടിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം, റെക്കമെൻഡ് ചെയ്യണം എന്ന് സാർ പറഞ്ഞു. എനിക്കിത് പുതിയ ഇൻഫർമേഷൻ ആണ്. നമ്മൾ സാധാരണ പറയാറ് H3 ഉണ്ടല്ലോ, ഈ LA11 നേരെ ഓപ്പോസിറ്റ് സൈഡില് അവിടെ നമ്മളുടെ കൈയിനെ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആക്കി പിടിക്കുക. അങ്ങനെയല്ല, ഇങ്ങനെയാണ് വെക്കേണ്ടത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടി വെക്കുന്നു. കൈകൾ മുഷ്ടി ചുറ്റി കാണില്ല, ചെറിയൊരു പിക്ചറാ കാണുന്നില്ലോ. ഞാൻ പിന്നെ സ്ക്രീൻ പ്രസന്റ് ചെയ്യണമെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. കൈകൾ മടക്കി വെക്കുക. നേരെ കൈ വന്നിട്ട് നമ്മുടെ ഷോൾഡറിന്റെ പാരലായിട്ട് മുഷ്ടി ചുരുട്ടിയിട്ട് കൈ സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് H3യുടെ പരിസരത്ത് പ്രസ് ചെയ്യുക. അവിടെ എല്ലാവർക്കും ചെറിയൊരു പെയിൻ ഉണ്ടാവും. ഓക്കെ, കാരണം നമ്മൾ ഇന്ന് സ്ട്രെസ്സിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാർട്ടിന് എന്തായാലും ലോഡ് വരും. അപ്പോൾ അത് പക്ഷേ സിവിയർ ആയിട്ടാണ് വേദന വരുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് ഹാർട്ടിലേക്കുള്ള ലോഡ് കൂടുതലെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത് ഖാദർ സാർ പറഞ്ഞ പുതിയ അറിവാണ്. നോട്ട് ചെയ്ത് വെക്കൂ. അതിന് റീസൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സബർ സാറൊക്കെ പറഞ്ഞത് അദ്ദേഹം ഇതിനകത്ത് ഒരുപാട് എന്താ പറയുക, ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും ഉറപ്പായിട്ടും കാര്യം ഉണ്ടാവും. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിത് ട്രാൻസ്പോർട്ടിംഗ് പോയിന്റിൽ വരുന്നതാണ് LA11 എന്നുള്ളത്. യാങ് ആയതുകൊണ്ട് റിസ്റ്റ് ക്രീസിൻ്റെ അവിടെ വരുന്ന പോയിന്റ് ഏതായിരിക്കും? എർത്ത് പോയിന്റ് ആയിരിക്കും. ഓക്കെ, ഇന്നാണെങ്കിലോ ജമീല മാം? വാട്ടർ പോയിന്റ്. ഓക്കെ, അപ്പോൾ എന്തിനൊക്കെ ഉപയോഗിക്കാന്ന് വെച്ചാൽ പനി സംബന്ധമായ ഏത് രീതിയിലുള്ള പനിയാണെങ്കിലും, അതായത് പനി വിത്ത് സ്വെറ്റിംഗ്, വിത്തൗട്ട് സ്വെറ്റിംഗ്, മലേറിയ, പിന്നെ എന്താ പറയുക, രാത്രി വരുന്ന പനി എന്ന് പറഞ്ഞൊരു വാക്കുണ്ടെങ്കിൽ ഇതൊരു LA11 എന്നുള്ളത് കോമൺ ആയിട്ട് നിങ്ങൾക്ക് നീഡിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു പോയിന്റാണ്. മലേറിയയ്ക്ക് ഈ പോയിന്റ് വളരെ യൂസ്ഫുള്ളാണ്. പക്ഷാഘാതം വന്നിട്ട് കൈകൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഈ പോയിന്റ് നല്ലതാണ്. ഷോൾഡറും അതേമാതിരി തന്നെ ഷോൾഡറിൻ്റെ താഴെയുള്ള ഭാഗങ്ങളിലേക്ക് എല്ലാം ഈ പോയിന്റ്സ് നിങ്ങൾക്ക് നല്ലതാണ്. അതേമാതിരി മുട്ടുവേദനയ്ക്ക് ഈ പോയിന്റ് നല്ലതാണ്. ഓക്കെ, ഈ ടാൻ ബാലൻസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. ഇങ്ങനെ ശരീരത്തിനെ വന്നിട്ട് വിഭജിച്ചിട്ട് ഇതിന് പകരം ഇന്ന സ്ഥലം ഉപയോഗിക്കുന്നതാണ്. അതിനെ പലരും വന്നിട്ട് TCM നിന്നും വേറിട്ടാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ TCMൻ്റെ മൊഡാലിറ്റി തന്നെയാണത്, ഈ ടാൻ ബാലൻസ്. അത് പക്ഷെ കൂടുതൽ ഉപയോഗിക്കുന്നത് ടങ് അക്യുപഞ്ചറിൽ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വെല്ലിംഗ് ആൻഡ് പെയിൻ ഓഫ് ദ നീ എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് കൈമുട്ട് കാൽമുട്ടുമായിട്ട് ബന്ധപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ കമ്പാരിസണ് തന്നെയാണ്. കൈയും കാലും തന്നെ
നമ്മുടെ ശരീരത്തിൻ്റെ ഒരേപോലെയുള്ള അവയവങ്ങളായതുകൊണ്ട് കയ്യിന് പകരം കാലിലും കാലിന് പകരം കയ്യിലും ട്രീറ്റ് ചെയ്യാം. അത് മെറീഡിയനായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ 3 ലെയർ ഓഫ് മെറീഡിയനെ കുറിച്ച് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല. തായീൻ, തായിയാങ് എന്നൊക്കെ പറഞ്ഞിട്ട്. കാലിലെ ഹാൻഡ് തായീൻ, ലെഗ് തായീൻ എന്ന് പറയും. അതായത് ലങ്ങും സ്പ്ലീനും കണക്റ്റഡ് ആണ്, ലാർജ് ഇൻറ്റസ്റ്റൈനും മറ്റേ സ്റ്റൊമക്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ലെവൽ ചെയ്യുന്നുണ്ട്. നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ ഈ കയ്യിൽ ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കാലിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണ്. ഒരാൾക്ക് നീ പെയിൻ ഉണ്ട്, കാൽമുട്ടിൽ നിങ്ങൾക്ക് നീഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം കൈമുട്ടിൽ തന്നെ നിങ്ങൾക്ക് നീഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അതേമാതിരി തലവേദനയ്ക്ക് നല്ലതാണ്, ഡിസിനെസ്സിന് നല്ലതാണ്. അതേമാതിരി കണ്ണിലെ ചുമപ്പിനും അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം വേദനയും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. ബ്ലർ വിഷന് നല്ലതാണ്, ടൂത്ത് ഏക്കിന് നല്ലതാണ്, പല്ലുവേദനയ്ക്ക് നല്ലതാണ്. അതേമാതിരി തന്നെ ഇറഗുലർ മെൻസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ റുബല്ല വൈറസിൻ്റെ അറ്റാക്ക് ഉണ്ടെങ്കിൽ, അതായത് 3 day മീസിൽസ് എന്ന് പറയുന്നില്ലേ, താടവീക്കം, സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിന് നല്ലതാണ്. സ്കിൻ റിലേറ്റഡ് ആയിട്ട് എല്ലാ ഇഷ്യൂസിനും ഇത് നല്ലതാണ്. ഇന്നതെന്നില്ല, എല്ലാ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും ഈ പോയിന്റ് ഉപയോഗിക്കാം. അത് അട്ടിക്കേരി ആയാലും ശരി, എന്ത് പേര് വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് LA11 ഉപയോഗിക്കാം. LU5 നല്ലതാണ്. അതേമാതിരി തന്നെ SP5 നല്ലതാണ് സ്കിന്നിന്, SP10 നല്ലതാണ്. ഓക്കെ, ഒട്ടുമിക്ക വാട്ടർ പോയിന്റും അല്ലെങ്കിൽ കാൽമുട്ടിലെ പോയിന്റും കൈമുട്ടിലെ പോയിന്റുകളും സ്കിൻ റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന പോയിന്റുകളാണ് എല്ലാം. ഓക്കെ, അബ്ഡമൽ പെയിന് നല്ലതാണ്, വോമിറ്റിങ്ങിന് നല്ലതാണ്, ഡയേറിയയ്ക്കും ഈ പോയിന്റ്സ് നല്ലതാണ്. അതേമാതിരി തന്നെ മാനസികമായ ഇഷ്യൂസിന് ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി തന്നെ സ്കർഫ്ല എന്ന് പറയും, അതായത് TB വന്നിട്ട് ലങ്ങിൽ മാത്രമല്ല അറ്റാക്ക് ചെയ്യുക, ശരീരത്തിൻ്റെ പല ഭാഗത്തും അറ്റാക്ക് ചെയ്യും. സ്പൈനൽ കോഡിൽ അറ്റാക്ക് ചെയ്യും, ഒരുപാട് സ്ഥലങ്ങൾ ഇൻഡസ്റ്റൈനിൽ അറ്റാക്കൊക്കെ ചെയ്യും. ഇവിടെ സ്കോർഫ്ല എന്ന് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് അപ്പർ ചെസ്റ്റ്, അതായത് നമ്മളുടെ ബ്രസ്റ്റ് ഏരിയയ്ക്ക് മുകളിലുള്ള ഏരിയയിൽ വരുന്ന ഈ ട്യൂബർകുലോസിസ് വൈറസ് ഉണ്ടല്ലോ, അതിൻ്റെ അറ്റാക്ക് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. അത് ചിലവർക്ക് നല്ല പെയിനും ഉണ്ടാവും. അതേമാതിരി തന്നെ ഒരു വലിയ കുരുക്കളായിട്ടാണ് വരിക. അതിനകത്ത് പസ് ഫോർമേഷനും മറ്റും വരും. ഒന്ന് മാറുമ്പോൾ അടുത്തത് വരും. അങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് അപ്പർ ചെസ്റ്റിൽ മെയിനായിട്ട്. ലങ്ങിനെ എഫക്റ്റ് ചെയ്യാതെ അപ്പർ ഏരിയയിൽ എഫക്റ്റ് ചെയ്യുന്നതിന് സ്കർഫ്ല എന്ന് പറയും. ഈ LA11ൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഹീറ്റിനെ ക്ലിയർ ചെയ്യുന്നു, ബ്ലഡിനെ തണുപ്പിക്കുന്നു, കൂൾസ് ദ ബ്ലഡ്. ഓക്കെ, ഡാംപ്നെസ്സിനെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, ഡാംപ്നെസ്സിനെ ക്ലിയർ ചെയ്യാനും എക്സ്റ്റീരിയർ വിൻഡിനെ ക്ലിയർ ചെയ്യാനും ഈ പോയിന്റ് നല്ലതാണ്. ബ്ലഡ് ആൻഡ് ചീനെ റെഗുലേറ്റ് ചെയ്യാൻ ഈ പോയിന്റ് നല്ലതാണ്. മെറീഡിയനെ ആക്ടിവേറ്റ് ചെയ്യാനും ഇച്ചിങ്, ചൊറിച്ചിലുണ്ടെങ്കിൽ ചൊറിച്ചിൽ മാറാനും ഈ പോയിന്റ് നല്ലതാണ്. ഓക്കെ, അതായത് സ്കർഫ്ലയ്ക്കാണ് നിങ്ങൾ നീഡിൽ ചെയ്യണമെങ്കിൽ ആ നീഡിൽ ഈ LA11 ഓക്കെ LA14ൻ്റെ ഭാഗത്തേക്ക് വലിയ നീഡിൽ ഉപയോഗിക്കാനാണ് അവർ പറയുന്നത്. ഓക്കെ, സ്കർഫ്ലയ്ക്കാണ് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ നീഡിൽ വേണം ഉപയോഗിക്കാൻ. അത് LA14ലേക്ക് എത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഓക്കെ, ഇത് TCM ബുക്കിൽ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, LA11 ലൊക്കേഷൻ 90 ഡിഗ്രി മടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പഠിക്കുന്ന സമയത്ത് കുറേശ്ശായിട്ട് ബോണിൻ്റെ പേര് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അൾന, റേഡിയസ്, തലവരൻ്റെ ഭാഗത്തുള്ളത് റേഡിയസും ചെറുവിരലിൻ്റെ ഭാഗത്തുള്ളത് അൾന എന്നുള്ളതാണ്. കാരണം നമ്മളിത് നിങ്ങളൊക്കെ നന്നായി പഠിച്ച് നന്നായി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളും റിപ്പോർട്ട്സൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാനും അതേമാതിരി തന്നെ എക്സ്റേയും അല്ലെങ്കിൽ സ്കാനിൻ്റെയും റിപ്പോർട്ടൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഒരു നോളേജ് നിങ്ങൾക്ക് വളരെയേറെ യൂസ്ഫുള്ളാവും. ഇപ്പോൾ നമ്മൾ LA11, ഞാൻ LA20 കംപ്ലീറ്റ് ചെയ്യണോ എന്ന് ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യണോ? സാർ ഇന്ന് ഇവിടെ നിർത്താം, കാരണം അതിൽ നല്ല കുറച്ച് പോയിന്റുകൾ ഉണ്ടല്ലോ. സാർ ഇനി 9 പോയിന്റ് ഇല്ലേ, ഇവിടുന്ന് കംപ്ലീറ്റ് ആക്കാൻ കഴിയൂല. ഓക്കെ.